ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഒത്തിരിയേറെ സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും നിത്യജീവൻ്റെ സുവിശേഷം എന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 13 ദിനങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിലൂടെ, സഭയുടെ പ്രബോധനങ്ങളിലൂടെ, മാർപ്പാപ്പമാരുടെ പഠനങ്ങളിലൂടെ, വിശുദ്ധാത്മാക്കളുടെ ജീവിത സാക്ഷ്യങ്ങളിലൂടെയെല്ലാം നമ്മോട് സംസാരിക്കുകയായിരുന്നു. ഈ കാലഘട്ടത്തിന് വളരെ അനുയോജ്യമായ നിത്യതയുടെ വെളിച്ചത്തിലേക്ക്, നിത്യജീവന്റെ പ്രത്യാശയിലേക്ക് തലമുറയെ കൈപിടിച്ചുയർത്തുവാൻ പരിശുദ്ധാത്മാവ് നൽകിയ കൃപയുടെ ശുശ്രൂഷയായിരുന്നു നിത്യജീവന്റെ സുവിശേഷം. നിത്യതയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും വിധിയെക്കുറിച്ചും തനത് വിധിയെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ശരീരത്തിലെ ഉയർപ്പിനെക്കുറിച്ചെല്ലാം കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ഇന്നേ ദിവസം കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നത് കർത്താവായ യേശുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തെക്കുറിച്ചാണ്. യേശുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചാണ്. തിരുസഭയുടെ എക്കാലത്തുമുള്ള വലിയ വിശ്വാസ സത്യമാണ് കർത്താവിൻ്റെ പ്രത്യാഗമനം. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം നമുക്കറിയാം, ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും കാലത്തിൻ്റെ അടയാളങ്ങളും എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെയും തിരുസഭയെയും യേശുവിൻ്റെ വരവനായി ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും വലിയ ഉത്തരവാദിത്തമാണ്. നമുക്കതിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാണ് കർത്താവിൻ്റെ സഭയെ കർത്താവിൻ്റെ വരവനായി ഒരുക്കുന്നത്. ലോകത്തിലെ പല ദിക്കുകളിൽ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിന് ദൂതകൾ അറിയിക്കുകയാണ്. എന്തിനു വേണ്ടി? കർത്താവിൻ്റെ രണ്ടാം വരവനായി അമ്മ ലോകത്തിന് പല ദിക്കുകളിലും പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിൻ്റെ ദൂതുകൾ സ്വർഗത്തിൻ്റെ ആലോചന അറിയിക്കുക. മക്കളെ, മാനസാന്തരപ്പെടുക, അനുതപിക്കുക, പാപം വിട്ടുപേക്ഷിക്കുക, പ്രാർത്ഥിക്കുക, പരിത്യാഗം ചെയ്യുക, ഉപവസിക്കുക, പ്രാശ്ചിത്തം ചെയ്യുക. പാപികളെ മാനസാന്തരത്തിന് വേണ്ടി, അസംഖ്യം ആത്മാക്കൾ നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി മക്കളെ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. എന്തിനാണ് അമ്മ മാതാവിലൂടെ ഈ സന്ദേശങ്ങൾ സ്വർഗം വെളിപ്പെടുത്തുന്നത്? കർത്താവിൻ്റെ രണ്ടാം ആഗമനം അതടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ വിശുദ്ധീകരിക്കുവാൻ, തിരുസഭയെ നവീകരിക്കുവാൻ, അനേകം ആത്മാക്കളെ യേശുവിന് നിത്യമായ രക്ഷയിലേക്ക് നയിക്കുവാൻ സ്വർഗത്തിൻ്റെ പ്രവാചകിയായി, അന്ത്യകാലത്തിൻ്റെ പ്രവാചകിയായി അമ്മ മാതാവ് ഇന്ന് സഭയിലും ലോകത്തിലും ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിന് പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ആനുകാലിക സംഭവങ്ങളിലൂടെ, കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ, ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന ആലോചനകളെ മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാൻ, ഞങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കുവാൻ, കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തിനായി തിരുസഭയിൽ ലോകത്തെയും സജ്ജമാക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം ഇരുകരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് തുറന്നു പിടിച്ച് അതരം തുറന്ന് സ്വരം ഉയർത്തി ഒരു മനസ്സോടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വരണമേ,
പരിശുദ്ധാത്മാവേ വരണമേ. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവവചനത്തിനായി ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ കുടുംബങ്ങളിലേക്ക് വരണമേ, പരിശുദ്ധാത്മാവേ സമർപ്പിത സമൂഹങ്ങളിലേക്ക് വരണമേ, പരിശുദ്ധാത്മാവേ ദേശങ്ങളിലേക്ക് വരണമേ, പരിശുദ്ധാത്മാവേ ലോകരാജ്യങ്ങളിലേക്ക് വരണമേ, ഭൂഖണ്ഡങ്ങളിലേക്ക് വരണമേ. കർത്താവായ യേശുവിന്റെ പ്രത്യാഗമനത്തിനായി തിരുസഭയെയും ലോകത്തെയും ഒരുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, വിളിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. സഭയുടെ ആത്മാവായി, വചനത്തിന്റെ ആത്മാവായി, ശക്തിയുടെ ആത്മാവായി, പ്രത്യാശയുടെ ആത്മാവായി അനേകം ആയിരങ്ങളിൽ വന്നു നിറയണമേ. Come Holy Spirit, move. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കുക, സ്നേഹത്തോടെ വിളിക്കുക. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ, പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ, പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ, പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ തുറക്കട്ടെ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. പ്രത്യാശ നൽകണമേ, ആനന്ദം നൽകണമേ, കർത്താവിന്റെ ജ്ഞാനം നൽകണമേ, അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് എല്ലാം മറന്ന് ഒരുമിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മളായിരിക്കുന്നിടത്ത് പാടി പ്രാർത്ഥിക്കുക. ഷെക്കേന ടെലിവിഷനിലൂടെയും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇഷ്ടത്തോടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എന്റെ സഹോദരങ്ങളെ എല്ലാം മറന്ന് ആത്മാവിൽ നിറഞ്ഞ് ഒരു കുടുംബമായി, ഒരു സമൂഹമായി കരഘോഷത്തോടെ നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. അഭിഷേകം, അഭിഷേകം, അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. പാടിയേ, നമ്മുടെ കുടുംബങ്ങളിൽ പെയ്യട്ടെ, നമ്മുടെ ദേശങ്ങളിൽ മഴ പെയ്തിറങ്ങും അഭിഷേകം. അഗ്നിനാവുകളെന്നിൽ പതിക്കുകയാൽ, അഗ്നിജ്വാലകളെന്നിൽ നിറയുകയാൽ. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ തീ തരണമേ, സ്വർഗത്തിന്റെ തീ, കൃപയുടെ തീ, വചന തീ അനേകം ആയിരങ്ങൾക്ക് നൽകണമേ. അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം, 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 അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. യേശുവിൻ വരവിൻ സമയമതാ, അവൻ ലോകത്തെ മുഴുവൻ ഉണർത്തുകയായി. കർത്താവേ കൃപ തരണമേ, ലോകത്തൊരുക്കുവാൻ, സഭയൊരുക്കുവാൻ തന്റെ മണവാട്ടിയാകും തിരുസഭയെ കൈകൾ നീട്ടിയൊരുക്കുകയായി. ആമേൻ, ആമേൻ. കർത്താവേ കൃപ ഒഴുക്കണമേ, കരങ്ങൾ ഉയർത്തി അടിച്ച് എല്ലാവരും. അഭിഷേകം, അഭിഷേകം, അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം, 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 അഗ്നിമഴ പെയ്തിറങ്ങും. എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അതരം തുറന്ന് ഹൃദയം തുറന്ന് ഒരു മനസ്സോടെ വിളിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മ തീ, പരിശുദ്ധാത്മ അഭിഷേകം അനേകം ആയിരങ്ങൾ നിറയാൻ ഒരുമിച്ച് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ് വരിക, 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 വരിക. ആമേൻ, ആമേൻ, ആമേൻ. ഈശോ, ഈശോ, ഈശോ. ക്രമൊഴിക്കണമേ, ക്രമൊഴിക്കണമേ, ക്രമൊഴിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയങ്ങൾ തുറക്കണമേ. പാപശക്തികള്, അന്ധകാര ശക്തികള്, പൈശാചിക ശക്തികള് യേശുവിന്റെ നാമത്താൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ നിർവീര്യമാകട്ടെ. പരിശുദ്ധാത്മാവേ ജനലക്ഷങ്ങളെ ഉണർത്തണമേ, അനോയിന്റ് ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. കർത്താവേ വേഗം വരണേ,
ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ ഈശോയേ, വേഗം ഈശോയേ, വരണേ. ഈശോയേ. ആമേൻ കർത്താവേ എല്ലാവരും നിൻ രാജ്യം മാറാനാഥ, വരണേ. ആമേൻ കർത്താവേ മാറാനാഥ, വേഗം കർത്താവേ വരണമേ, ആമേൻ കർത്താവേ കർത്താവേ നിൻ രാജ്യം വരണമേ. വരണേ. ഞങ്ങളെ പ്രത്യാശ ആമേൻ വർദ്ധിപ്പിക്കണമേ, ഞങ്ങളെ കണ്ണുനീര് തുടയ്ക്കണമേ, സങ്കടം മാറ്റണമേ. ഈശോയേ, ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ ആമേൻ, വേഗം ആമേൻ. വരണേ. ഈശോയേ, ആമേൻ കർത്താവേ ഈശോയേ. നിൻ രാജ്യം വരണേ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മ ഞങ്ങളെ ഏറ്റെടുക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം എന്നുള്ള വിശ്വാസ സത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കുവാൻ, കുടുംബങ്ങളെ, സമൂഹങ്ങളെ, ദേശങ്ങളെ, രാജ്യങ്ങളെ, ലോകം മുഴുവനെയും കർത്താവിൻ്റെ വരവനായി ഒരുക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. വിശ്വാസ പിതാവേ, സകല വിശുദ്ധരെ മലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വളരെ പ്രാർത്ഥനയോടെ നിത്യജീവന്റെ സുവിശേഷം എന്ന ഈ വചന ശുശ്രൂഷയുടെ ഈ സമാപന ദിനത്തിൽ കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ച് കർത്താവിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ സഭയുടെ പ്രബോധനങ്ങൾ, മാർപ്പാപ്പന്മാരുടെ പ്രസ്താവനകൾ, വിശുദ്ധാത്മാക്കളുടെ സാക്ഷ്യങ്ങൾ, ഇതിലൂടെയെല്ലാം ഈ വലിയ വിശ്വാസ സത്യം പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തുമ്പോൾ വളരെ ആഗ്രഹത്തോടെ, ഹൃദയ തുറവിയോടെ ഈശോയുടെ സന്നിധിയിൽ നമ്മൾക്കായിരിക്കാം. കർത്താവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ഇനി നിറവേറാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനമാണ് കർത്താവായ യേശുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം. ലോകം ഇനി കാണാൻ പോകുന്ന ഏറ്റവും വലിയ മിറാക്കിൾ, ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് തൻ്റെ വിശുദ്ധരുടെ 10,000-ങ്ങളോടുകൂടെ വാനമേഘങ്ങളിൽ ആഗതനാകുന്നതാണ്. വിശുദ്ധ യോഹന്നാൻ പറയുന്നുണ്ട്, എല്ലാ മിഴികളും അവനെ ദർശിക്കും. കർത്താവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം ലോക ജനത മുഴുവൻ ദർശിക്കും. സകല മനുഷ്യരും അവന്റെ ആഗമനം കാണുമെന്ന് ദൈവത്തിന്റെ തിരുവെഴുത്ത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനം ഇതൊരു തമാശയല്ല, കെട്ടുകഥയല്ല. ഇത് വെറും ഒരു ഭാവന സൃഷ്ടിയോ ഏതെങ്കിലും വ്യക്തിയുടെ വ്യക്തിപരമായ വെളിപാടോ മാനുഷികമായ ചില സങ്കല്പങ്ങളല്ല പ്രിയപ്പെട്ടവരെ. ഇത് ദൈവവചനത്തിന്റെ അടിസ്ഥാന സത്യമാണ്. യേശുവിൻ്റെ പ്രത്യാഗമനം 2000 വർഷമായി തിരുസഭ വിശ്വസിച്ചു പോരുന്ന ഒരു വലിയ വിശ്വാസ സത്യമാണ് കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനം. നമ്മളെല്ലാ ദിവസവും സഭയുടെ പൊതുവിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അതിൽ ബോധപൂർവം ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്ന ഒരു വലിയ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലാണ്, അവിടുന്ന് വീണ്ടും വരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ വീണ്ടും വരവ്, യേശുവിന്റെ മഹത്വ പ്രത്യക്ഷത, നമ്മുടെ കർത്താവിന്റെ പ്രത്യാഗമനം അത് മുത്തശ്ശി കഥയോ അത് വെറും ഒരു സങ്കല്പമോ ഒരു മിഥ്യാധാരണയോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കണ്ടുപിടുത്തമോ അല്ല പ്രിയപ്പെട്ടവരെ. അത് ദൈവവചനത്തിന്റെ അടിസ്ഥാന മർമ്മമാണ്. അത് സഭയുടെ ഒരു വലിയ വിശ്വാസ സത്യമാണ്. നമ്മൾ ഈ കാര്യം തിരിച്ചറിയണം. ഇന്ന് കർത്താവിന്റെ പ്രത്യാഗമനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അനേകർക്ക് തമാശയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മൾ കാണുന്നുണ്ട്, സോദോം ഗോമോറയിൽ ദൈവത്തിന്റെ ന്യായവിധി കടന്നു വരികയാണ്. ഈ സമയത്ത് ഈ ന്യായവിധിയുടെ സന്ദേശം ലോത്ത് തൻ്റെ പെൺമക്കളെ വിവാഹം കഴിക്കാൻ പോകുന്നവരോട് പറയുകയാണ്. ഈ സമയത്ത് അവർ പറയുന്നൊരു വാക്കുണ്ട്. എന്താണ് അവർ പറയുന്നത്? അവർ ലോത്തിനോട് പറയാണ്, ഞങ്ങളോട് തമാശ പറയുകയാണോ?
ന്യായവിധിയുടെ സന്ദേശം ലോത്ത് പറഞ്ഞപ്പോൾ ലോത്തിന്റെ മരുമക്കൾക്ക് തോന്നിയത് തമാശയായിട്ടാ. അപ്പൻ എന്താ തമാശ പറയുന്നത്? ഇന്ന് പലപ്പോഴും കർത്താവിന്റെ പ്രത്യാഗമനം, നിത്യജീവൻ, സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം, തനത് വിധി, അന്ത്യവിധി, ശരീരത്തിന് ഉയർപ്പ്, വിശുദ്ധീകരണം, ഈ നിത്യസത്യങ്ങളെല്ലാം നമ്മൾ അനേകരോട് പങ്കുവെക്കുമ്പോൾ ഇന്ന് അനേകർ ചിന്തിക്കുന്നത് എന്തിനാ തമാശ പറയുന്നത്? ഇതൊരു കളിയായും തമാശയായും നേരം പോക്കായി കാണുന്ന ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് പ്രിയപ്പെട്ടവരെ. ഇത് തമാശയല്ല. വളരെ ഗൗരവബോധത്തോടെ കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ്, കർത്താവിൻ്റെ ജ്ഞാനത്തിൽ നിറഞ്ഞ്, കർത്താവ് പകരുന്ന അഭിഷേകത്തിൽ നിറഞ്ഞ് ഞാനും നിങ്ങളും ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ട, നമ്മുടെ ചങ്കിലേക്ക് ഏറ്റെടുക്കേണ്ട ഒരു വലിയ വിശ്വാസ സത്യമാണ് കർത്താവായ യേശുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കതിൽ യാതൊരു വിധത്തിലുള്ള സംശയത്തിൻ്റെയും ആവശ്യമില്ല പ്രിയപ്പെട്ടവർ. എന്താ കാരണം? നമ്മുടെ കർത്താവിനെ കുറിച്ച് ദൈവത്തിന്റെ തിരുവഴുത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അതുപോലെ ലിറ്ററലി ആക്ഷരികമായി സംഭവിച്ചിട്ടുണ്ട്. യേശു എവിടെയാണ് ജനിക്കുക? തിരുവഴുത്തിൽ പറഞ്ഞതുപോലെ കർത്താവ് ജനിച്ചു. മിക്കാ പ്രവചനം 5-ാം അധ്യായം 2-ാം വചനത്തിൽ പ്രവാചകൻ പറയുന്നുണ്ട്, അതൊരു പ്രൊഫസിയാണ്. എന്താ പറയുന്നത്? ബെത്ലഹേം എഫ്രത്ത, നീ യൂദാ ഭവനങ്ങളിൽ ചെറുതാണെങ്കിലും ഇസ്രായേൽ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. ഇത് ഒരു പ്രവചനമായിരുന്നു. യേശു ജനിക്കുന്നത് അമേരിക്കയിലല്ല, ഈശോ ജനിക്കുന്നത് യൂറോപ്പിലല്ല, ബെത്ലഹേമിലായിരിക്കും. ബെത്ലഹേമിലായിരിക്കും. യേശു ജനിക്കണേക്കാൾ 750 കൊല്ലം മുമ്പ് ജീവിച്ച പ്രവാചകനായിരുന്നു മിക്ക. പ്രവചനാത്മാവിൽ പ്രവാചകൻ പറയുകയാണ് യേശു ജനിക്കുന്നത് ബെത്ലഹേമിലായിരിക്കുമെന്ന്. തിരുവഴുത്തിൽ പറഞ്ഞതുപോലെ യേശു ജനിച്ചു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 8-ാം വചനത്തിൽ എന്താ പറയുന്നത്? അവൻ അവരെ ബെത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. ഹല്ലേലൂയ. എല്ലാവരും ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, കർത്താവിന്റെ തിരുവഴുത്തിൽ യേശുവിന്റെ ജനത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുക. അത് പ്രവചനമാണ്. ആ പ്രവചനം നൂറ്റാണ്ടുകൾക്ക് ശേഷം അതുപോലെ തന്നെ സംഭവിക്കുക, അത് പൂർത്തീകരിക്കപ്പെടുകയാണ്. വീണ്ടും സക്രിയ പ്രവചനം 9:9 പ്രവാചകൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു. എങ്ങനെ വരുന്നത്? കഴുതപ്പുറത്ത്, കഴുതക്കുട്ടിയുടെ പുറത്ത് അവൻ കയറി വരുന്നു. ക്രിസ്തു ജനിക്കണേക്കാൾ 500 കൊല്ലം മുമ്പ് ജീവിച്ച പ്രവാചകനാണ് സക്രിയ. നിങ്ങൾ ശ്രദ്ധിക്കണം, തിരുവഴുത്തിൽ പറഞ്ഞതുപോലെ യേശുവിന്റെ ജീവിതം നമുക്ക് കാണാൻ പറ്റും. യേശുവിന്റെ ജനനം, യേശുവിന്റെ ജീവിതം ആക്ഷരികമായി സംഭവിക്കുക. ആനപ്പുറത്തോ അല്ലെങ്കിൽ കുതിരപ്പുറത്തല്ല. നമ്മുടെ കർത്താവിനെ കുറിച്ച് 500 കൊല്ലം മുമ്പ് പറയുക, ചരിത്രത്തിൽ സംഭവിക്കണേക്കാളും അവൻ കഴുതക്കുട്ടിയുടെ പുറത്ത് വിനിയാനിതനായി രാജാവായി കടന്നു വരുന്നു. ചരിത്രത്തിൽ ഈ പ്രവചനം നിറവേറപ്പെട്ടു. നമ്മൾ ഓശാന തിരുനാളായി സാർവത്രിക സഭയിൽ ആഘോഷിക്കുന്നത് ഈ പ്രവചനമാണ് പ്രിയപ്പെട്ടവരെ. മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 13 വചനങ്ങളിൽ കർത്താവിന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം നമുക്ക് കാണാൻ പറ്റും. ആ ബൈബിൾ പാസേജിൽ ഈ വചനം പൂർത്തീകരിക്കപ്പെടുകയാണ്. കർത്താവിന്റെ ജീവിതത്തിൽ ലിറ്ററലി ഈ പ്രവചനം ഫുൾഫിൽ ചെയ്യപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും സക്രിയ പ്രവചിച്ചു. സക്രിയ പ്രവചനം 11:12 യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കും, 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുമെന്ന് 5 നൂറ്റാണ്ടുകൾക്ക് മുൻപ്, 5 വർഷം മുമ്പല്ല, 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചു. എന്താണ് അവിടെ പറയുന്നത്? ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് യുക്തമെന്ന് തോന്നുന്നുവെങ്കിൽ കൂലി തരുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സൂക്ഷിച്ചു കൊള്ളുക. അവർ എന്റെ കൂലിയായി 30 ഷെക്കൽ തൂക്കി 30 ഷെക്കൽ.
എന്റെ സഹോദരി സഹോദരനെ ഞാൻ ചോദിക്കട്ടെ, യൂദാസ് എത്ര വെള്ളിക്കാശിനെയാ നമ്മുടെ കർത്താവിനെ ഒറ്റിക്കൊടുത്തത്? 30 വെള്ളിക്കാശിന്. ഈ പ്രവചനവും അതുപോലെ തന്നെ നിറവേറപ്പെടുക ആരിൽ? കർത്താവായ യേശുവിൽ. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 15-ാം വചനത്തിൽ ഈ പ്രവചനം നിറവേറപ്പെട്ടു. ഞാൻ അവനെ നിങ്ങൾ കേൾപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? അവർ അവനെ 30 വെള്ളി നാണയങ്ങൾ. ശ്രദ്ധിച്ച് എല്ലാവരും ആ വചനം സ്ക്രീനിലോട്ട് നോക്കി വായിച്ച്. അവർ അവനെ 30 വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു. ഇതല്ലേ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകൻ സക്രിയ പറഞ്ഞത്? വീണ്ടും വചനത്തിൽ കാണാൻ പറ്റും. യേശുവിന്റെ മരണം, അവൻ സംസ്കരിക്കപ്പെടുന്നത്, യേശുവിനെ സംസ്കരിക്കുന്നത് ധനികരോട് കൂടെ സമ്പന്നരോട് കൂടെ ആയിരിക്കുമെന്ന് യെശയ്യാ പ്രവചനം 53:9 പ്രവചനം കാണാൻ പറ്റും. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. യേശു സംസ്കരിക്കപ്പെടുന്നത് ധനികരുടെ ഇടയിലായിരിക്കുമെന്ന് കൃത്യം പ്രവചനം കാണാൻ പറ്റും. ഇത് നിറവേറപ്പെടുകയാ. ഇത് കാണണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 57-ാം വചനത്തിലോട്ട് വരിക. അവിടെ എന്താ കാണാൻ കഴിയുന്നത്? വൈകുന്നേരം ആയപ്പോൾ അരിമത്തായിക്കാരൻ ജോസഫ് എന്ന ധനികൻ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ, ജോസഫ് എന്ന ധനികൻ. പറഞ്ഞേ, ജോസഫ് എന്ന ധനികൻ. അല്പം കൂടി വാ തുറന്ന് എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ, ജോസഫ് എന്ന ധനികൻ. ജോസഫ് എന്ന ധനികൻ അവിടെ എത്തി. അവനും യേശുവിനെ ശിഷ്യപ്പെട്ടിരുന്നു. ഈ അരിമത്തായിക്കാരൻ ജോസഫ് എന്ന ധനികന്റെ ആ ശവകുടീരത്തിൽ അവൻ തനിക്കായി വാങ്ങിയ കല്ലറയാണ്. ആ പുതിയ കല്ലറയിലാണ്, ആരെയും സംസ്കരിക്കാത്ത ആ പുതിയ കല്ലറയിൽ, ജോസഫ് എന്ന ധനികന്റെ കല്ലറയിൽ യേശുവിനെ അവർ സംസ്കരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്, യേശുവിനെ സംസ്കരിക്കുന്നത് തെമ്മാടി കുഴിയിലല്ല. ഈശോയെ സംസ്കരിക്കുന്നത് ധനികരുടെ ഇടയിലാണ്. ധനികരുടെ ഇടയിൽ ലിറ്ററലി അതുപോലെ സംഭവിക്കുക. വീണ്ടും സങ്കീർത്തകനും പ്രവാചകനും രാജാവുമായ ദാവീദ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈശോ ജനിക്കണേക്കാൾ 1000 കൊല്ലം മുമ്പ് ജീവിച്ച രാജാവായിരുന്നു ദാവീദ് രാജാവ്. എന്താ ദാവീദ് പറഞ്ഞത്? 16-ാം സങ്കീർത്തനം 10-ാം വചനത്തിൽ ഇപ്രകാരം പരിശുദ്ധാത്മാവിൽ ദാവീദ് പ്രവചിച്ചു ഈശോയെ കുറിച്ച്. എന്താ പറഞ്ഞത്? അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. കർത്താവിന്റെ ശരീരം അളിയുകയില്ല, അത് ചീഞ്ഞു നാറുകയില്ല, ദുർഗന്ധം അമിക്കുകയില്ല. അത് പരിശുദ്ധ ശരീരമാണ്, ദോഷരഹിതനാണ്, നിഷ്കളങ്കനാണ്, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്തവനാണ്. അതുകൊണ്ട് അവിടുത്തെ ശരീരം ജീർണിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ സംഭവിച്ചത്? അതിന് പൂർത്തീകരണം മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 28-ാം അധ്യായം 6-ാം വചനത്തിലോട്ട് വരിക. എന്താ അവിടെ വചനം പറയുന്നത്? മാലാഖ പറയാണ്, ഈശോയെ കാണാൻ വന്ന കല്ലറയിലേക്ക് വന്നവരെ നോക്കി എന്താ മാലാഖ പറയുന്നത്? അവൻ ഇവിടെയില്ല, താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് മാലാഖ പറഞ്ഞത്? അവൻ ഉയർപ്പിക്കപ്പെട്ടു. അവൻ ഇവിടെ ഇല്ല. പാതാളത്തിൽ അഴുകിപ്പോകുവാൻ, ശരീരം ജീർണിക്കുവാൻ ഇതാ ദൈവപിതാവ് അനുവദിക്കുന്നില്ല. മരണത്തെ തോൽപ്പിച്ച്, മരണത്തെ ജയിച്ച്, മരിച്ച് 3-ാം ദിവസം കർത്താവ് മരണത്തിന്റെ മേൽ, ലോകത്തിന്റെ മേൽ, പിശാചിന്റെ മേൽ വിജയം തേടി ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, വിജയം നേടി ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഇത്രയും പ്രവചനങ്ങൾ, ഈശോയുടെ സ്വർഗാരോഹണം, നമ്മളിതെല്ലാം പറയാൻ പോയ സമയം പോകും. അതുകൊണ്ടാണ്. അപ്പൊ തിരുവെഴുത്തിൽ പറഞ്ഞതുപോലെ യേശു ജനിച്ചു, തിരുവെഴുത്തിൽ പറയപ്പെട്ടതുപോലെ ഈശോ ജീവിച്ചു, തിരുവെഴുത്തിൽ പറയപ്പെട്ടതുപോലെ ഈശോ മരിച്ചു, തിരുവെഴുത്തിൽ പറയപ്പെട്ടതുപോലെ ഈശോ ഉദ്ധാനം ചെയ്തു, തിരുവെഴുത്തിൽ പറയപ്പെട്ടതുപോലെ ഈശോ സ്വർഗാരോഹണം ചെയ്തു.
ഇത്രയും പ്രവചനങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ അതെല്ലാം യേശുവിൽ പൂർത്തീകരിക്കപ്പെട്ടുവെങ്കിൽ കർത്താവായ യേശുവിന്റെ പ്രത്യാഗമനമെന്ന ഈ പ്രവചനം മാത്രം ഈശോയിൽ പൂർത്തീകരിക്കപ്പെടാതിരിക്കുമോ, നിറവേറപ്പെടാതിരിക്കുമോ? നിശ്ചയമായും നമ്മുടെ കർത്താവ് വീണ്ടും വരും. അത് ലോകത്തിലെ സകല മനുഷ്യരും ദർശിക്കുമെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയാ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ കർത്താവ് വീണ്ടും വരും എന്നതിന്റെ തെളിവെന്താ പ്രിയപ്പെട്ടവരെ? അത് കർത്താവിന്റെ വാക്ക് തന്നെയാ. അത് യേശുവിന്റെ മാറ്റമില്ലാത്ത വചനം തന്നെയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 35-ാം വചനത്തിൽ എന്താണ് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത്? എല്ലാവരും ശ്രദ്ധിക്കണം വചനം. എന്താ ഈശോ പറഞ്ഞത്? എന്ന് അനേകം ചോദിക്കാറുണ്ട്. ഈശോ വീണ്ടും വരൂ. കുറെ നാളുകളെ ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കർത്താവ് അപ്പ വരും, ഇപ്പൊ വരും, കർത്താവ് വരൂ. ഇതൊരു തമാശയായി, ഇതൊരു നേരം പോക്കായി, ഇത് സങ്കല്പ സൃഷ്ടിയായി കാണുന്ന അനേക മനുഷ്യരുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവ് യേശു വീണ്ടും വരും എന്നതിന്റെ ഉറപ്പെന്താ? ആ വചനത്തിൽ കാണാം. നമ്മൾ ഒരുമിച്ച് വായിച്ച്, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനത്തിൽ വിശ്വസിക്കുന്ന ശക്തിയോട് ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ആകാശവും ഭൂമിയും കടന്നു പോകും. കർത്താവ് പറയാണ്, ആകാശവും ഭൂമിയും കടന്നു പോയാലും എന്റെ വാക്കുകള്, എന്റെ വചനങ്ങള് മാറ്റപ്പെടുകയില്ല, അത് പൂർത്തീകരിക്കപ്പെടാതിരിക്കുകയില്ല. അപ്പൊ യേശു വീണ്ടും വരുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അത് ചരിത്രത്തിൽ സംഭവിക്കും. ഞാൻ അതുകൊണ്ട് ആദ്യമേ പറഞ്ഞത്, ഇനി ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു തന്റെ വിശുദ്ധരുടെ 10,000-ങ്ങളോടുകൂടെ വാനമേഘങ്ങളിൽ ആഗതനാകുന്നതാണ്. രാജാതി രാജാവായി തന്റെ പരിശുദ്ധന്മാരോടുകൂടെ തൻ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി വീണ്ടും വരുന്നത് ലോകം ദർശിക്കും. ഇതാണ് ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം. ഹല്ലേലൂയ. ഹല്ലേലൂയ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള പ്രത്യാശയോടൊന്ന് പാടുക എല്ലാവരും. രാജാധിരാജൻ. ആമേൻ, ആമേൻ. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഈ വിശ്വാസ സത്യം ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആകാശവും ഭൂമിയും കടന്നു പോയാലും എന്റെ വചനങ്ങൾ കടന്നു പോവില്ല, അതിന് മാറ്റമില്ല, അത് നിശ്ചയമായി സംഭവിക്കും. കർത്താവിന് എന്ന് വരും? അതാണ് അനേകരുടെ വിഷയം. കർത്താവ് എന്നാ വരിക? എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്ന് വരും എന്നുള്ളത് നമ്മുടെ വിഷയമല്ല, അത് കർത്താവിൻ്റെ വിഷയമാണ്. കർത്താവ് ഏത് സമയത്തും വരട്ടെ, നമ്മൾ എപ്പോഴും ഒരുക്കമുള്ളവരാകുക. ഇന്ന് പലപ്പോഴും പല സെക്റ്റുകളും പല വ്യക്തിഗത ഗ്രൂപ്പുകളൊക്കെ സഭ വിട്ട്, സഭയുടെ വിശ്വാസ സത്യങ്ങൾ വിട്ട് പോകുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം കർത്താവിൻ്റെ വരവ് അവർ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. ഏത് വർഷമാണ് വരിക, ഏത് മാസമാണ് വരിക, ഏത് ദിവസമാണ് വരിക, ഏത് സമയത്താണ് വരിക, ഇത് മുൻകൂട്ടി പ്രവചിച്ച് ദൈവജനത്തെ വഴിതെറ്റിക്കുന്ന പൈശാചിക പ്രവണതകള് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പെരുകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കാലത്തിന് അടയാളങ്ങൾ ഈശോ പറഞ്ഞത്, അനേകർ എൻ്റെ നാമത്തിൽ ഞാൻ ക്രിസ്തുവാണെന്ന് വന്ന് നിങ്ങളെ പഠിപ്പിച്ച് അനേകരെ വഴിതെറ്റിക്കും. പല കള്ള പ്രവാചകരുണ്ടാകും, വ്യാജ പ്രബോധകരുണ്ടാകും. അവർ എൻ്റെ വഴിയിൽ നിന്ന് അനേകരെ വഴിതെറ്റിക്കും. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ സത്യം മനസ്സിലാക്കണം. 100 ഉപദേശങ്ങളെ പുറകെ നമ്മൾ ഓടരുത്. കാണുന്നതെല്ലാം ഇപ്പൊ യൂട്യൂബിലും മറ്റു പലതിലും നമ്മൾ കേൾക്കുന്ന മെസ്സേജുകൾ മുഴുവൻ നമ്മളിങ്ങനെ വാങ്ങി ഭക്ഷിക്കരുത്. അതിൽ കളകളുണ്ട്.
സത്യസുവിശേഷത്തിന് വിരുദ്ധമായ പ്രബോധനങ്ങളുണ്ട്. സഭയുടെ വിശ്വാസ സത്യത്തിന് വിരുദ്ധമായ സാത്താന്യ പ്രബോധനങ്ങളുണ്ട്. ഇത് പിശാചിന്റെ പ്രബോധനമാണ്. അതാ പൗലോസിനെ പറഞ്ഞത്, അവസാന നാളുകളിൽ കാലം അതിന്റെ അന്ത്യത്തോടടുക്കുമ്പോൾ അനേകർ പിശാചിന്റെ പ്രബോധനങ്ങളിൽ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും. എന്റെ സഹോദര സഹോദരി, പിശാചൊരുക്കുന്ന ഇത്തരം കെണികളിൽ നമ്മൾ അകപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് യൂട്യൂബില് ഇഷ്ടംപോലെ വെറൈറ്റി ടോക്കുകളാ. ചില ആൾക്കാർക്ക് ഈ പുതുമ ഭയങ്കര ഇഷ്ടമാണ്, പുതുമകള്. അപ്പൊ പുതിയ ചില ടോക്കുകൾ കേൾക്കുമ്പോൾ, പുതിയ ചില വചനത്തിലുള്ള ചില ഇൻഫർമേഷൻ കേൾക്കുമ്പോൾ അതിന്റെ പുറകെ പോവുക. ശ്രദ്ധിക്കണം, കർത്താവിന്റെ വചനത്തോടും സഭയുടെ പ്രബോധനങ്ങളോടും സഭയുടെ പാരമ്പര്യങ്ങളോടും സഭയുടെ വിശ്വാസ സത്യങ്ങളോടും നിരക്കാത്ത, അത് എത്ര നല്ല പ്രബോധനമാവട്ടെ, കേൾവിക്ക് ഇമ്പകരമാവട്ടെ, ഹൃദയത്തിന് ആസ്വാദികരമാവട്ടെ, ആ പ്രബോധനങ്ങളെ തള്ളിക്കളയാനുള്ള സമർപ്പണവും ജ്ഞാനവും ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിനുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എന്തിനാ ഈ സത്യങ്ങൾ നമ്മളെ കേൾപ്പിക്കുന്നത്? നമ്മൾ ഭയപ്പെടാനാണോ? അല്ല പ്രിയപ്പെട്ടവരെ, ഒരുക്കമുള്ളവരാകണം. ഇന്ന് രാത്രി കർത്താവ് വന്നാൽ നമ്മൾ എത്ര പേര് കർത്താവിനോട് കൂടെ ആയിരിക്കും? ഇനി ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ, ഒരു മാസം കഴിഞ്ഞ് വന്നാൽ, 10 വർഷം കഴിഞ്ഞ് വന്നാൽ, അതാ ഞാൻ പറഞ്ഞത്, തിരുസഭ അത് പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് എന്ന് വരും എന്നുള്ളതല്ല വിഷയം. എന്ന് വന്നാലും നമ്മളായിരിക്കുന്ന തലമുറയിൽ ഈശോ വന്നാൽ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ആത്മാവിന്റെ രക്ഷ ഉറപ്പുവരുത്തി നമ്മുടെ നിത്യതയെ അപകടപ്പെടുത്തുന്ന ലോകമോഹങ്ങളെ വലിച്ചെറിഞ്ഞ് കർത്താവിന്റെ വചനത്താലും കർത്താവിന്റെ ചുടുചോരയാലും കഴുകപ്പെട്ട ശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കളായി അവനോട് ഐക്യപ്പെട്ട് ജീവിക്കുവാനുള്ള വിളിയാണ് സ്വർഗം എനിക്കും നിനക്കും തരുന്നത്. അതറിഞ്ഞു വേണം ജീവിക്കാൻ ലോകത്തില്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കർത്താവ് എന്ന് വരും നമ്മുടെ വിഷയമല്ല. അത് നമ്മൾ അറിയേണ്ടതാണെങ്കിൽ കർത്താവ് അത് പറയുമായിരുന്നു. നമ്മളെപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം, എപ്പോഴും റെഡി ആയിരിക്കണം. കർത്താവ് എപ്പോൾ വന്നാലും നമ്മൾ കർത്താവിനോട് കൂടെ പോകുവാൻ, അവിടുത്തെ നിത്യമഹത്വത്തിലായിരിക്കുവാൻ എപ്പോഴും ഒരുങ്ങി ഈശോയുടെ ഐക്യപ്പെട്ട് ജീവിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിവിടെ നേരത്തെ പാടിയില്ലേ, ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പാടിയിരുന്നു. ആ വരികൾ എന്താ? അന്ത്യം വരെ. ആ വരികൾ പഠിക്കും പോലെ, അന്ത്യം വരെ ആ ചൂടുമതി യേശുവിന്റെ കൂടെ മതി. പല ചൂടേറിയ ചൂടിന്റെ ചില സുഖങ്ങള് പിശാച് തരും. പിശാച് തരുന്ന ചൂടിന്റെ സുഖങ്ങള് അത് വലിച്ചെറിഞ്ഞ് കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ചൂട്, കർത്താവിന്റെ സ്നേഹത്തിന്റെ ചൂട്, കർത്താവിന്റെ വചനത്തിന്റെ ചൂട് അനുഭവിച്ച് വിശ്വസ്തയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിക്കാം. സഹോദരങ്ങളെ, അന്ത്യം വരെ, അവസാന ശ്വാസം വരെ കർത്താവിന്റെ സ്നേഹത്തിന്റെ ചൂടിൽ നമ്മൾ വ്യാപരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, അവസാനം വരെ വിശ്വസ്തനായി ജീവിക്കുക, വിശ്വസ്തയായി ജീവിക്കുക എന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതിനെക്കുറിച്ച് എന്താ ഈശോ പറഞ്ഞത്? ഈശോയുടെ വരവ് എപ്പോൾ സംഭവിക്കും? എന്താ കർത്താവ് പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 36-ാം വചനം. നമുക്ക് പെട്ടെന്ന് വചനം ശ്രദ്ധിക്കാം. ആ ദിവസത്തെ കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. ഇത് കർത്താവിന്റെ വചനമാണ്. ഈശോ പറയാണ്, ആ മണിക്കൂറിനെ കുറിച്ചോ ആ ദിവസത്തെ കുറിച്ചോ പിതാവായ ദൈവത്തിനല്ലാതെ പുത്രന് പോലും അറിയില്ല. സ്വർഗത്തിൽ ആർക്കത് അറിയത്തില്ല, ആ സമയം അറിയത്തില്ല. അത് ദൈവപിതാവിന്റെ ഡിക്ഷണറിയിൽപ്പെട്ട കാര്യം, ദൈവപിതാവിന്റെ സമയത്തിൽപ്പെട്ട കാര്യമാണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ?
ആ ദിവസവും സമയവും മാസവും വർഷവും റിസർച്ച് നടത്തി കണക്ക് കൂട്ടി അത് മുന്നമേ പ്രവചിക്കാൻ ദൈവം നമ്മോട് ആരോട് ആവശ്യപ്പെടുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെ വേദപുസ്തകം വിളിക്കുന്നത് വിളി എന്താണെന്നറിയോ? കള്ളപ്രവാചകരെ. അവർ പരിശുദ്ധാത്മാവിന്റെ പ്രവാചകരല്ല, കള്ളപ്രവാചകരാണ്. കാലത്തിന് അടയാളങ്ങളിലൂടെ, ആനുകാലിക സംഭവങ്ങളിലൂടെ കാലത്തെ വ്യാഖ്യാനിക്കാൻ കർത്താവ് കൃപ തരും. അത് വ്യത്യസ്തമാണ്. ഞാൻ പറയും, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പൊ ഞാൻ പറയാണ്, 2024 ഡിസംബർ മാസം 21-ാം തീയതി രാത്രി 8 മണിക്ക് യേശു വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഞാൻ കള്ളപ്രവാചകനാണെന്ന്. കാരണം വചനത്തിന് വിരുദ്ധമായ കാര്യമാണത്. അത് ആര് പറഞ്ഞാലും ദൈവമക്കളെ. അപ്പൊ ഈശോ പറഞ്ഞ എന്താ? ആ ദിവസമോ മണിക്കൂറോ പിതാവായ ദൈവത്തിനല്ലാതെ മറ്റാർക്കും അറിയത്തില്ല. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളെപ്പോഴും ഒരുക്കമുള്ളവരാകുക. അടുത്ത സെക്കൻഡിലോ, അടുത്ത മിനിറ്റിലോ, അടുത്ത മണിക്കൂറിലോ, അടുത്ത ഒരു മാസത്തിലോ, വർഷത്തിലോ, അല്ലെങ്കിൽ 10, 20, 50, 100 എന്നാവട്ടെ, കർത്താവ് എപ്പോൾ വന്നാലും നമ്മുടെ തലമുറയിലാണ് ഇത് സംഭവിക്കണമെങ്കിൽ നമ്മൾ തയ്യാറുള്ളവരാകണം. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ കാലത്തിന് അടയാളങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, ആനുകാലിക സംഭവങ്ങളിലൂടെ ദൈവത്തിന്റെ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുമ്പോൾ, ഇനി നമ്മൾ സഹസ്രാബ്ദങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ യുഗാന്ത്യ സഭയിലാണ്. ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും വളരെ പ്രാധാന്യമുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് അനുതാപത്തിന്റെയും മാനസാന്തരത്തിന്റെയും സമയമാണ്. ഇത് ആത്മരക്ഷ ഉറപ്പുവരുത്തി ജീവിക്കേണ്ട സമയമാണ്. സ്വർഗോന്മുഖരായി ജീവിക്കേണ്ട സമയമാണ്. കർത്താവിനെ സ്വന്തമാക്കി ജീവിക്കേണ്ട സമയമാണ്. പാപത്തെയും പിശാചിനെയും പരിപൂർണമായി വിട്ടുപേക്ഷിച്ച് ജീവിക്കേണ്ട സമയമാണ്. ഇത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ദൈവമക്കളെ. നമുക്ക് കൂടുതൽ പ്രാർത്ഥനയുള്ളവരാകാം. നമുക്ക് ഇപ്രകാരം ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ സംസാരിക്കണമേ. പരിശുദ്ധാത്മാവേ എല്ലാവരും ഒരുമിച്ച് പരിശുദ്ധാത്മാവേ സംസാരിക്കണമേ. പരിശുദ്ധാത്മാവേ സംസാരിക്കണമേ. പരിശുദ്ധാത്മാവേ സംസാരിക്കണമേ. പരിശുദ്ധാത്മാവേ സംസാരിക്കണമേ. ഹല്ലേലൂയ. 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 നമ്മൾ ശ്രദ്ധിക്കുക, കർത്താവിന്റെ പ്രത്യാഗമനം സംഭവിക്കും. അത് മാറ്റമില്ലാത്തതാണ്. അത് സംഭവിക്കും എന്നതിൻ്റെ ഉറപ്പ്. അതിനോട് ബന്ധപ്പെട്ട 4 സാക്ഷ്യങ്ങൾ നമ്മൾ പെട്ടെന്നൊന്ന് ധ്യാനിക്കാൻ പോവുകയാണ്. കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനം സംഭവിക്കും. അത് മാറ്റമില്ലാത്തതാണെന്ന് ഉറപ്പിക്കുന്ന പ്രധാനപ്പെട്ട 4 സാക്ഷ്യങ്ങൾ. ഒന്നാമത്തെ സാക്ഷ്യം പ്രവാചകരുടെ സാക്ഷ്യമാണ്. രണ്ടാമത്തെ സാക്ഷ്യം മാലാഖമാരുടെ സാക്ഷ്യമാണ്. മൂന്നാമത്തെ സാക്ഷ്യം നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സാക്ഷ്യം തന്നെയാണ്. നാലാമത്തെ സാക്ഷ്യം സഭയുടെ സാക്ഷ്യമാണ്. ഈ 4 സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ പെട്ടെന്നൊന്ന് യാത്ര ചെയ്യുകയാണ്. അതിലൊന്നാമത്തെ സാക്ഷ്യം പ്രവാചകന്മാരുടെ സാക്ഷ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, കർത്താവിൻ്റെ പ്രവാചകരെ പ്രവചനാത്മാവിൽ വിളിച്ചു പറഞ്ഞ പ്രവചനങ്ങൾ നിറവേറാതിരിക്കുമോ? നിശ്ചയമായും നിറവേറും. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം പറഞ്ഞ പ്രവചനങ്ങൾ നിറവേറും. നമ്മൾ ഈശോയുടെ ജീവിതത്തിൽ കണ്ടു, കർത്താവിൻ്റെ ജീവിതത്തിൽ കണ്ടു. പ്രവചനത്തിൽ പറഞ്ഞതുപോലെ ഈശോ ജനിച്ചു, പ്രവചനങ്ങളിൽ പറഞ്ഞതുപോലെ ഈശോ ജീവിച്ചു, പ്രവചന പുസ്തകത്തിൽ പറയപ്പെട്ടതുപോലെ ഈശോ കുരിശിൽ മരിച്ചു, ഈശോ ഉദ്ധാനം ചെയ്തു, സ്വർഗാരോഹണം ചെയ്തു. ഇതെല്ലാം പൂർത്തീകരിക്കപ്പെട്ടതായി നാം തിരുവചനങ്ങളിലൂടെ കണ്ടു. ഇനി കർത്താവിൽ പൂർത്തീകരിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട പ്രവചനം തിരുവെഴുത്തിൽ എഴുതപ്പെട്ടതുപോലെ അവൻ വീണ്ടും വരും, അവൻ വീണ്ടും വരും എന്നുള്ള പ്രൊഫസിയാണ്. ഇതിനെക്കുറിച്ച് അനേകം പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്. അതിൽ 1-2 പ്രവചനങ്ങൾ മാത്രം ഈ സമയം പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. സക്രിയ പ്രവചനം 14-ാം അധ്യായം 5-ാം വചനത്തിൽ പ്രവാചകനായ സക്രിയയിലൂടെ പരിശുദ്ധാത്മാവ് കർത്താവായ യേശുവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്.
ഞാൻ ആദ്യമേ പറഞ്ഞു, ഈശോ ജനിക്കണേക്കാൾ 500 കൊല്ലം മുമ്പ് ജീവിച്ച പ്രവാചകനായിരുന്നു സക്രിയ. 5 കൊല്ലമല്ല, 500 കൊല്ലം മുമ്പ്. എന്താണ് പ്രവാചകൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചിച്ചത്? സക്രിയ പ്രവചനം 14:5 നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ എല്ലാ പരിശുദ്ധന്മാരോടും കൂടെ വരും. ശ്രദ്ധിക്കണമേ, പ്രവാചകനെ സക്രിയ പറയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ എല്ലാ പരിശുദ്ധന്മാരോട് കൂടെ വരും. ഉറപ്പോടുകൂടി പറയാ, തന്റെ എല്ലാ പരിശുദ്ധന്മാരോട് കൂടെ ദൈവമായ കർത്താവ് വരും. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ പ്രവാചകന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയമായി സംഭവിച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു മാറ്റവും ഇല്ല അതിന്. പ്രവാചകനായ ഹെനോക്ക് പറഞ്ഞു, യുദാസിലെ ലേഖനം 1:14 എന്താണ് പ്രവാചകനായ ഹെനോക്ക്? നിങ്ങൾ ചിന്തിക്കണം, ഉൽപ്പത്തി പുസ്തകത്തിലുള്ളതാ. ഈശോ ജനിക്കണേക്കാൾ, ഈശോയുടെ ആദ്യ വരവ്, ഈശോ ജനിക്കണേക്കാൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ദൈവ മനുഷ്യനായിരുന്ന ഹെനോക്ക് മരണം കാണാതെ കർത്താവിനാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവനായിരുന്നു ഹെനോക്ക്. ഈ ഹെനോക്ക് എന്താ പറഞ്ഞത്? കർത്താവിന്റെ 2ാം വരവിനെ കുറിച്ച് ആ വചനം ശ്രദ്ധിക്കാം. ആദത്തിൽ നിന്ന് 7ാം തലമുറക്കാരനായ ഹെനോക്ക് പ്രവചിച്ചത് ഇവരെ കുറിച്ചാണ്. കണ്ടാലും കർത്താവ് തന്റെ വിശുദ്ധരുടെ 10,000 കൂടെ ആഗതനായിരിക്കുന്നു. ഹല്ലേലൂയ. പ്രവചനാത്മാവിൽ ഹെനോക്ക് വിളിച്ചു പറയാ, കണ്ടാലും കർത്താവ് തന്റെ വിശുദ്ധരുടെ 10,000 കൂടെ ആഗതനായിരിക്കുന്നു. എന്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിന്റെ 1ാം വരവിന് മുൻപ് എത്രയോ നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച പ്രവാചകന ഹെനോക്ക് കർത്താവിന്റെ 2ാം വരവ് അവൻ മുൻകൂട്ടി പ്രവചിക്കുക പരിശുദ്ധാത്മാവിൽ. അപ്പൊ 1ാമത്തെ ഉറപ്പ്, കർത്താവിന്റെ പ്രത്യാഗമനം അത് ചരിത്രത്തിൽ സംഭവിക്കുമെന്നതിന്റെ മാറ്റമില്ലാത്ത മാറാത്ത 1ാമത്തെ ഉറപ്പ് പ്രവാചകന്മാരുടെ സാക്ഷ്യമാണ്. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. 2ാമത് ദൈവമക്കളെ, കർത്താവിന്റെ മാലാഖമാരുടെ സാക്ഷ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന്റെ മാലാഖമാരെ ഒരു കാര്യം പറഞ്ഞ് സംഭവിക്കുമോ? സംഭവിച്ചിരിക്കും. അബ്രഹാമിന്റെയും സാരയുടെയും ജീവിതത്തിൽ ദൈവദൂതന്മാർ ഇടപെട്ടു. വാഗ്ദാന പുത്രനായ ഇസഹാക്കിനെ കുറിച്ച് അതുപോലെ തന്നെ സംഭവിച്ചു. സാംസന്റെ ജനനത്തെ കുറിച്ച് അവന്റെ അപ്പനായ മനോവയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തു. അതുപോലെ സംഭവിച്ചു. ലൂക്കായുടെ സുവിശേഷം 1 വരിക, ഗബ്രിയേൽ ദൂതൻ അമ്മമാതാവിന്റെ അരികിൽ ചെന്ന് മംഗളവാർത്ത അറിയിച്ചു, നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, നീ യേശുവിന് പേരിടണം. അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പൊ ദൈവത്തിന്റെ മാലാഖമാരെ ഒരു കാര്യം വെളിപ്പെടുത്തിയാൽ അത് അതുപോലെ തന്നെ സംഭവിക്കും. നമുക്കതിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കർത്താവായ യേശുവിന്റെ 2ാം വരവിനെ കുറിച്ച് എന്താണ് മാലാഖമാര് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്? നമുക്കത് ശ്രദ്ധിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 10ഉം 11ഉം വചനങ്ങൾ പെട്ടെന്ന് നമുക്ക് സ്ക്രീനിലോട്ട് നോക്കി വായിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1, 10ഉം 11ഉം വചനങ്ങൾ. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് 2 പേർ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട 2 മാലാഖമാരെ, 2 ദൈവദൂതരെ ശിഷ്യന്മാരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്താണ് അവർ പറഞ്ഞത്? അലയോ ഗലീലയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് നിങ്ങൾ ഒരുമിച്ച് വായിച്ച്, എല്ലാവരും ഒരുമിച്ച് വായിച്ച്, സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. ഹല്ലേലൂയ. വേദനയോടെ ദുഃഖഭാരത്തോടെ ഒലിവുമറയിൽ തങ്ങളെ പ്രിയപ്പെട്ട കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത് ശിഷ്യന്മാർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 2 ദൂതന്മാർ വന്നിട്ട് പറയും, ഗലീലയര്, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്? നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ തിരിച്ചു വരും. ഹല്ലേലൂയ. എത്ര പവർഫുൾ ദൈവത്തിന്റെ വചനം പ്രിയപ്പെട്ടവരെ. ലോകം പലതും പറയും,
നിരീശ്വരവാദികള്, യുക്തിവാദികള്, സെക്യുലറിസ്റ്റുകള്, റിലേറ്റീവിസ്റ്റുകള്, പ്രിയപ്പെട്ടവരെ ഭൗതികവാദികള്, പലരും പലതും പറയും. കർത്താവിന്റെ പ്രത്യാഗമനം കെട്ടുകഥയല്ല. കർത്താവിന്റെ പ്രത്യാഗമനം ഒരു മുത്തശ്ശ കഥയല്ല. കർത്താവിന്റെ പ്രത്യാഗമനം വെറും ഒരു സങ്കല്പമല്ല. അതൊരു ഭാവന സൃഷ്ടിയല്ല. അത് ഏതെങ്കിലും വ്യക്തിയുടെ കണ്ടുപിടുത്തമല്ല. അത് കർത്താവിന്റെ വചനത്തിലെ വലിയ സത്യമാണ്. ഹല്ലേലൂയ. അത് തിരുസഭയുടെ വലിയ വിശ്വാസ സത്യമാണ്. മാലാഖമാരെ സാക്ഷ്യപ്പെടുത്തി യേശു വീണ്ടും വരും. യേശു വീണ്ടും വരും. വീണ്ടും വരും. മൂന്നാമത്തെ സാക്ഷ്യം സാക്ഷാൽ ദൈവമായ ദൈവപുത്രനായ നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യം തന്നെയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. തന്റെ വീണ്ടും വരവിനെ കുറിച്ച് എന്താണ് ഈശോ പഠിപ്പിച്ചത്? ഇത് ഈശോയാ പറയുന്നത്. നമ്മുടെ കർത്താവ് സത്യവാനും പരിശുദ്ധനും വിശ്വസ്തനും കരുണാമയനും സ്നേഹമുള്ളവനുമായ നമ്മുടെ കർത്താവ് പറയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം നമുക്കെടുക്കാം. 3-ാം തിരുവചനം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിനെ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ വീണ്ടും വന്ന്, എല്ലാവരും ഉറക്കെ പറഞ്ഞ്, ഞാൻ വീണ്ടും വന്ന്. ലോക ചരിത്രത്തിൽ മറ്റൊരു വ്യക്തി ഇതുപോലെ മറ്റൊരു വ്യക്തിയും പറഞ്ഞിട്ടില്ല. ഒരു മത നേതാവ് പറഞ്ഞിട്ടില്ല. ലോകത്തിൽ ആരും പറഞ്ഞിട്ടില്ല ഞാൻ വീണ്ടും വരുമെന്ന്. ഞാൻ വീണ്ടും വന്ന് ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിനെ നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് സന്തോഷത്തോടെ 3 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞേ. അല്പകൂടി സ്വരത്തിൽ ഒരുമിച്ച്. ഇതാണ് നമ്മുടെ കർത്താവിന്റെ യുണിക്നെസ്. ഇതാണ് യേശുവിന്റെ അനന്യത. മറ്റുള്ള സകലരിൽ നിന്നും നമ്മുടെ കർത്താവിന് വ്യത്യസ്തനാക്കുന്നത് ഇതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞവൻ നമ്മുടെ ഈശോ മാത്രമാണ്. ഈശോ മാത്രമാണ്. ഈശോ മാത്രമാണ്. ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിനെ. എന്തുമാത്രം വലിയ പ്രത്യാശയാണത്. ഹല്ലേലൂയ. കാലം അസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരേ, കർത്താവേ, I love you, I love you Lord. ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഒരു പ്രാവശ്യമല്ല, പുതിയ നിയമത്തിൽ 318 പ്രാവശ്യമാണ് പരിശുദ്ധാത്മാവ് യേശുവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 27-ാം വചനത്തിൽ എന്താ കർത്താവ് പഠിപ്പിച്ചത്? പെട്ടെന്ന് വായിക്കാം നമുക്ക്. മനുഷ്യപുത്രൻ സ്വപിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. കർത്താവായ യേശു സ്വപിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരോട് കൂടെ വരാനിരിക്കുന്നു. ഇത് ആരാ പറഞ്ഞത്? പത്രോസ് ശ്ലീഹായ അല്ല, പൗലോസ് ശ്ലീഹായ അല്ല, യോഹന്നാൻ ശ്ലീഹായ അല്ല. നമ്മുടെ കർത്താവ് ഈശോ പഠിപ്പിച്ച കാര്യ. ഇത് ഈശോയുടെ വാക്കുകളാ, ഈശോയുടെ പ്രബോധന. എന്റെ പിതാവിന്റെ മഹത്വത്തിൽ ദൂതന്മാരോടുകൂടെ ഞാൻ വരാനിരിക്കുന്നു. വീണ്ടും മത്തായിയുടെ സുവിശേഷം 24-27 എന്താണ് യേശു പഠിപ്പിച്ചത്? എല്ലാവരും ഒരുമിച്ച് വായിച്ചേ. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽ പിണർ പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. കർത്താവിന്റെ ജീവനുള്ള വാക്ക, കർത്താവിന്റെ ജീവൻ പകരുന്ന വചനങ്ങളാണിത്. എത്ര ഷാർപ്പ കർത്താവിന്റെ വാക്കുകള്. എന്താണ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽ പിണർ പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. നമ്മൾ പാടുന്നില്ലേ? നോഹതൻ ദിനങ്ങൾ
ഓർക്കുവിൻ ലോകത്തിൻ മോഹങ്ങൾ വെടിയുവിൻ, നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പി. ആര് വരും? നമ്മുടെ കർത്താവ്. നാഥൻ വരും. നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ. ആരും കൂടെ ഉണ്ടാവില്ല. നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. ഇത് വലിയ സത്യമാണ് ദൈവമക്കളെ. മാറ്റമില്ലാത്ത, മാറാത്ത, നിത്യമായ സത്യമാണ്. മിന്നൽ പിണർ പോലെ നമ്മുടെ കർത്താവിന്റെ ആഗമനം സംഭവിക്കും. നനയ്ക്കാത്ത നേരത്ത്, ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത്, തനാകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ഈശോ വരും, ഈശോ വരും, ഈശോ വരും. കർത്താവിനെ പ്രതിയുള്ള ഈ യാതനകൾക്കും, കർത്താവിനെ പ്രതിയുള്ള ഈ സഹനങ്ങൾക്കും, കർത്താവിനെ പ്രതിയുള്ള ഈ നഷ്ടങ്ങൾക്കും, കർത്താവിനെ പ്രതിയുള്ള ഓരോ നൊമ്പരത്തിനും പ്രതിഫലം നൽകാൻ, സമ്മാനം നൽകാൻ യേശു വരും. നമ്മെ ചേർക്കുവാൻ, അവനിലേക്ക് ചേർക്കുവാൻ, അവന്റെ മാറോട് ചേർത്ത് പിടിക്കാൻ. ദൈവമക്കളെ, ഇതാണ് ഈ ലോക ജീവിതത്തിൽ മറ്റ് ജനതകളിൽ നിന്ന് ക്രൈസ്തവരെ വ്യത്യസ്തരാക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 25:31 കൂടി നമുക്ക് ശ്രദ്ധിക്കാം. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടുകൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനം. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടുകൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു എഴുന്നള്ളിപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. കർത്താവ് തന്റെ സകല ദൂതന്മാരോട് കൂടെ രാജാതി രാജാവായി അവൻ എഴുന്നള്ളും. അവൻ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ വീണ്ടും വരും. തന്നിൽ പ്രത്യാശ അർപ്പിച്ചവർക്ക് വേണ്ടി, തന്നെ സ്നേഹിച്ചവർക്ക് വേണ്ടി, തന്നെ ആരാധിച്ചവർക്ക് വേണ്ടി, തന്നെ പിൻപറ്റിയവർക്ക് വേണ്ടി, സ്വന്തം ജീവനേക്കാളും വില കൊടുത്ത് തനിക്ക് സാക്ഷ്യം നൽകിയവർക്ക് വേണ്ടി അവൻ വീണ്ടും വരുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ സാക്ഷ്യം കർത്താവായ യേശുവിന്റെ സാക്ഷ്യമാണ്. നാലാമത്തെ സാക്ഷ്യം തിരുസഭയുടെ സാക്ഷ്യമാണ്. തിരുസഭയുടെ സാക്ഷ്യമാണ് ദൈവമക്കളെ. കത്തോലിക്ക സഭ എന്താ പഠിപ്പിക്കുന്നത്? യേശുവിന്റെ പ്രത്യാഗമനത്തെ കുറിച്ച് സഭയുടെ പ്രബോധനം എന്താ? എല്ലാവരും ശ്രദ്ധിക്കണം. സഭ എന്താ പഠിപ്പിക്കുന്നത്? CCC കത്തോലിക്കയുടെ മതബോധന ഗ്രന്ഥം 673 ഖണ്ഡികയിൽ സഭ പറയുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് വായിക്കണം. അത് സ്വർഗാരോഹണത്തിന് ശേഷം ക്രിസ്തുവിന്റെ മഹത്വപൂർണമായ ആഗമനം പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല, എങ്കിലും ആസന്നമായിരിക്കുന്നു. യുഗാന്ത്യത്തിനുള്ള ആഗമനം, അതിനു മുൻപുണ്ടാകാനിരിക്കുന്ന അന്തിമ പരീക്ഷയും താമസിച്ചേക്കാമെങ്കിലും ചരിത്രത്തിലെ ഏത് നിമിഷത്തിലും യേശുവിന്റെ പ്രത്യാഗമനം നിറവേറിയേക്കാം. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. തിരുസഭ എത്ര ശക്തമായ സഭാമക്കളെ നമ്മൾ ഈ സത്യം പഠിപ്പിക്കുന്നത്. കർത്താവിന്റെ വീണ്ടും വരവ് താമസിച്ചേക്കാമെങ്കിലും അത് ചരിത്രത്തിൽ ഏത് നിമിഷത്തിൽ, ഏത് സമയത്തിൽ വേണമെങ്കിലും സംഭവിച്ചേക്കാം ദൈവമക്കളെ. അതുകൊണ്ട് എപ്പോഴും റെഡിയായിരിക്കണം, എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. എൻ്റെ സഹോദര സഹോദരി ഒരുക്കിയിട്ടുണ്ടോ? മറ്റുള്ളവർ ഒരുക്കിയിട്ടുണ്ടോ? നമ്മുടെ മക്കളെ ഒരുക്കിയിട്ടുണ്ടോ? ജീവിത പങ്കാളി ഒരുക്കിയിട്ടുണ്ടോ? മാതാപിതാക്കൾ ഒരുക്കിയിട്ടുണ്ടോ? ദൈവം എനിക്ക് തന്നെ എൻ്റെ സഹോദരി സഹോദരങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നശിക്കുന്ന ആത്മാക്കള്, എൻ്റെ സമൂഹ അംഗങ്ങള്, എൻ്റെ ബന്ധുമിത്രങ്ങള്, എൻ്റെ ഇടവകക്കാര്, ഞാനുമായി കണ്ടുമുട്ടുന്നവര്, ഞാനുമായി ഇടപെടുന്നവരെ ഒരുക്കിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ,
അതേത് സമയത്തും സംഭവിക്കാം. ഈ സമയത്ത് സംഭവിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ മരണം, ബോസ്കച്ചവൻ നമ്മളത് കണ്ടു. രണ്ട്, കർത്താവിന്റെ ആഗമനം. ഇത് രണ്ടും ഈ എപ്പോഴാന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഒരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് തന്നെയാണ് വീണ്ടും തിരുസഭ മാതാ പഠിപ്പിക്കുകയാണ്. CCC 675 വരാം. അവിടെ എന്താ സഭ പഠിപ്പിക്കുന്നത്? 675. ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുൻപ് സഭ, ശ്രദ്ധിക്കണം, ഇതാണ് ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുൻപ് സഭ ഒരു അന്തിമ പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഒരു അന്തിമ പരീക്ഷയിലൂടെ ഇന്ന് സഭ ഒരുപാട് പ്രതിസന്ധികൾ നടുവിലാണ്. സഭയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും ഒരുപാട് അറ്റാക്സുകള്, ആക്രമണങ്ങള് സഭയ്ക്കുണ്ടാകുന്നു. ഇതെന്തിന്റെ തെളിവാ ദൈവമക്കളെ? എന്തിന്റെ തെളിവാ? നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങേണ്ടതിന്റെ തെളിവാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എല്ലാ ജീർണതകളും മാറ്റി നമുക്ക് പുതിയ ഫലം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭ ഒരു അന്തിമ പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അത് അനേകരുടെ വിശ്വാസത്തെ, എന്താ അവിടെ പറയുന്നത്? 675 ഖണ്ഡികയിൽ അത് അനേകരുടെ വിശ്വാസത്തെ പിടിച്ചു കുലുക്കും. പലരും വിശ്വാസം ഉപേക്ഷിക്കുന്നു, പലരും വിശ്വാസം ക്ഷയിക്കുന്നു, വിശ്വാസം തള്ളിപ്പറയുന്നു, വിശ്വാസം വേണ്ടെന്ന് പറയുന്നു, കുദാശകൾ ഉപേക്ഷിക്കുന്നു, പ്രാർത്ഥന ഉപേക്ഷിക്കുന്നു, കർത്താവിന്റെ സ്നേഹം ഉപേക്ഷിക്കുന്നു. ഉപവാസം വേണ്ട, പരിത്യാഗം വേണ്ട, പ്രാർത്ഥന വേണ്ട, ആരാധന വേണ്ട, വചനം വേണ്ട. ഇതിനോടൊക്കെ ഒരു ഉദാസീനത, ലൗകിക കാര്യങ്ങളിൽ, സുഖലോലുപതയിൽ, ലോകാരൂപിയിൽ ആകൃഷ്ടരായി കർത്താവ് തെരഞ്ഞെടുത്ത ആത്മാക്കൾ പോലും ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഇത് സഭയുടെ ഒരു പരീക്ഷണ കാലഘട്ടമാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സഭയെ പ്രാർത്ഥിച്ച് ബലപ്പെടുത്തണം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ത്യാഗമെടുക്കണം, ഉപവസിക്കണം, പരിത്യാഗം എടുക്കണം, പ്രാശ്ചിത്തം ചെയ്യണം, സഹനങ്ങൾ കൃപകളായി കാഴ്ചവെക്കണം, ജപമാല ചൊല്ലണം, കുരിശിന് വഴി നടത്തണം, കരുണക്കൊന്ത ചൊല്ലണം, തിരുസഭയ്ക്ക് വേണ്ടി മുട്ടുമടക്കി കൈവിരിച്ച് ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ച് 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 ദൈവജനം ഉണരുമ്പോൾ പരിശുദ്ധാത്മാവ് സഭയെ ശക്തിപ്പെടുത്തും. ദൈവമക്കൾ, ഇത് സഭയുടെ സാക്ഷ്യമാണ്, സഭയുടെ സാക്ഷ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധനായ 10-ാം പിയൂസ് മാർപ്പാപ്പ പറയാണ്. എന്താ മാർപ്പാപ്പ പറഞ്ഞതറിയോ? ലോകത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ദുഷ്ടതകള് കർത്താവിന്റെ പ്രത്യാഗമനത്തിന് മുൻപായി സംഭവിക്കാനിരിക്കുന്ന ശോചനീയമായ അവസ്ഥകളുടെ ആരംഭം മാത്രമാണ്. 10-ാം പിയൂസ് മാർപ്പാപ്പ പറയാണ്, ലോകത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ദുഷ്ടതകള്, വിശ്വാസത്യാഗം, മതപീഡനം, തീവ്രവാദ പ്രവർത്തനങ്ങള്, സ്നേഹരാഹിത്യം, വ്യാജ പ്രബോധകര്, പ്രകൃതിക്ഷോഭങ്ങള്, ദുരന്തങ്ങള്, വിനാശങ്ങള്, ദൈവദൂഷണം, ദൈവനിന്ദ, ഇതെല്ലാം കർത്താവിൻ്റെ രണ്ടാം വരവിന് മുന്നോടിയായിട്ടുള്ള തകർച്ചകളാണെന്ന് 1452 2-ാം പിയൂസ് മാർപ്പാപ്പ സഭയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് വായിക്കാം. 1452 2-ാം പിയൂസ് മാർപ്പാപ്പ എന്താണ് സഭയോട് പറഞ്ഞത്? ലോകാവസാനത്തിൽ സംഭവിക്കുന്ന ഭീകര സംഭവങ്ങൾക്കല്ല, ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് എന്നതാണ് സഭയുടെ പഠനം. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവോടെ ഈ ലോകം അതിന് ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു എന്നതാണ് പ്രസക്തമായ വിഷയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2-ാം പിയൂസ് മാർപ്പാപ്പയുടെ വാക്കുകൾ കണ്ടു. അപ്പൊ ലോകത്ത് നടക്കുന്ന ഈ ഭീകര സംഭവങ്ങള്, മതതീവ്രവാദങ്ങള്, അതുപോലെ തന്നെ പല വിധത്തിലുള്ള വിശ്വാസത്യാഗത്തിന്റെ പ്രവർത്തികള്, ദൈവദൂഷണങ്ങള്, ദൈവനിന്ദകള്, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് കണ്ട് അസ്വസ്ഥപ്പെടുകയല്ല ചെയ്യേണ്ടത്. മാർപ്പാപ്പ പറയാണ്, കർത്താവിന് രണ്ടാം വരവ്
ആ വിശ്വാസ സത്യത്തെ നോക്കി പ്രത്യാശയോടെ ഒരുക്കമുള്ളവരായി വിശുദ്ധിയോടെ ആത്മാവിന്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കുവാൻ സഭാമക്കൾ ഉത്സുകരാകണം. ഇതാണ് മാർപ്പാപ്പയുടെ പഠനം. മാർപ്പാപ്പ പറയാണത്. വിശുദ്ധയായ മരിയ ഫൗസ്റ്റീനയോട് എന്താ കർത്താവ് പറഞ്ഞത്? സഭയുടെ വിശുദ്ധാത്മാക്കൾ എന്താ പറയുന്നത്? വിശുദ്ധയായ മരിയ ഫൗസ്റ്റീന എന്താ പറയുന്നത്? ദൈവമാതാവ് എന്നോട് പറഞ്ഞു, നീ കർത്താവിന്റെ ഉന്നതമായ കരുണയെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞ് അവിടുത്തെ രണ്ടാമത്തെ വരവനായി ലോകത്തെ ഒരുക്കണം. യേശുവിന്റെ രണ്ടാം വരവനായി ലോകത്തെ ഒരുക്കണം. അന്ന് അവൻ വരുന്നത് കരുണാസമ്പന്നനായ രക്ഷകനായിട്ടല്ല, നീതിമാനായ വിധിയാളനായിട്ടായിരിക്കും. മരിയ ഫൗസ്റ്റീനയുടെ അമ്മ മാതാവ്, കരുണയുടെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, നീ എൻ്റെ പുത്രനായ യേശുവിൻ്റെ രണ്ടാം വരവനായി ലോകത്തെ ഒരുക്കണം. അപ്പൊ സഭയുടെ സാക്ഷ്യം ശ്രദ്ധിക്കുക. സഭാപിതാവായി വിശുദ്ധ അഗസ്തീനോസ് എന്താ പറഞ്ഞത് രണ്ടാം വരവിനെ കുറിച്ച്? കർത്താവിന്റെ പ്രത്യാഗമനത്തെ കുറിച്ച് സഭാപിതാവായി വിശുദ്ധനായ അഗസ്തീനോസ് എന്താ പറഞ്ഞത്? കർത്താവിന്റെ രണ്ടാം വരവനെ പറ്റി പ്രവചിക്കുന്നവരെല്ലാം മറിച്ച് അവിടുത്തെ വരവനായി ആത്മാർത്ഥമായ വിശ്വാസത്തോടെയും അടിയുറച്ച പ്രത്യാശയോടെയും തീക്ഷ്ണമായ സ്നേഹത്തോടെയും കാത്തിരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ വരവനായി ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ! ഹല്ലേലൂയ! എത്ര പവർഫുൾ ആയ വാക്കാണ് സഭാപിതാവായ അഗസ്തീനോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. മക്കളെ, കർത്താവിന്റെ വരവനായി നമ്മൾ ഒരുങ്ങുമ്പോൾ, അത് പ്രത്യാശയുള്ളവരാകുമ്പോൾ, നമ്മളതിനു വേണ്ടി നമ്മളെ തന്നെ ഒരുക്കണം. വിശുദ്ധിയിൽ ഒരുക്കണം, വിശ്വസ്തതയിൽ, പ്രാർത്ഥിച്ച്, കൃപയിൽ, ആത്മരക്ഷ ഉറപ്പുവരുത്തി, സ്നേഹത്തിൽ നാം നമ്മെ തന്നെ ഒരുക്കി കർത്താവിന്റെ വരവനായി നാം ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് വിശുദ്ധനായ അഗസ്തീനോസ് നമ്മളെ പഠിപ്പിക്കുക. ദൈവമക്കളെ, സഭയുടെ സാക്ഷ്യം പൗലോസ് പറയുന്നുണ്ട്. നമുക്കതിനോട് ബന്ധപ്പെട്ട് 2-3 വചനം കൂടി കണ്ട് ഈ സെഷൻ ഈശോയ്ക്ക് സമർപ്പിക്കാനായിട്ട് ഒരുങ്ങാം. 1 തെസ്സലോനി 5:23 പൗലോസ് പറയാണ്, 1 തെസ്സലോനിക്കാർക്ക് ലേഖനം 5:23, സമാധാനത്തിന് ദൈവം നിങ്ങളെ പൂർണ്ണമായും വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കാൻ ഇടയാകട്ടെ. ഇല്ലെങ്കിൽ അപകടമാണെന്നാണ് വചനം പറയുന്നത്. കർത്താവായ യേശുവിന്റെ പ്രത്യാഗമനത്തിൽ സഹോദര സഹോദരി, നിന്റെ ആത്മാവ്, നിന്റെ മനസ്സ്, നിന്റെ ശരീരം വിശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കണം, അവികലവും പൂർണ്ണവുമായിരിക്കണം. ഇല്ലെങ്കിൽ കർത്താവിനോട് കൂടെ ഞാനും നീയും എണ്ണപ്പെടുകയില്ല. നമ്മൾ പുറത്തായിരിക്കും, നമ്മുടെ സ്ഥാനം പുറത്തായിരിക്കും. വെളിപാടിൽ പറയുന്നുണ്ട്, വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായം അവതരഭാഗം നമുക്കെടുക്കാം. 22-ന്റെ 14-15 വചനങ്ങൾ നമുക്കെടുത്ത് വായിക്കാം. ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. തങ്ങളുടെ അങ്കികൾ, തങ്ങളുടെ ജീവിതം കർത്താവിന്റെ ചോര കൊണ്ട്, കർത്താവിന്റെ വചനം കൊണ്ട്, കർത്താവിന്റെ ആത്മാവിനാൽ ആരെല്ലാം ശുദ്ധീകരിക്കുന്നുവോ അവരാണ് ഭാഗ്യപ്പെട്ടവരെ, അവരാണ് ഭാഗ്യവാന്മാരെ. വീണ്ടും 14-ാം വചനം പഠിപ്പിക്കുന്നു, നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും അവർ കർത്താവിനോട് കൂടെ ചേർക്കപ്പെടില്ല. ദൈവമക്കളെ, കർത്താവിനോട് കൂടെ നിത്യമഹത്വത്തിലായിരിക്കുകയില്ല. അവരെല്ലാം പുറത്ത്. അപ്പൊ ഞാനും നിങ്ങളും പുറം തള്ളപ്പെടാതിരിക്കാനാ ഈ നിത്യജീവന്റെ സുവിശേഷം, ഈ സത്യങ്ങൾ കർത്താവ് നമ്മെ കേൾപ്പിച്ചത്. ഹല്ലേലൂയ! ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ! യേശുവേ നന്ദി! വെളിപാട് പുസ്തകം 1:7 കൂടി നമുക്ക് പെട്ടെന്ന് നോക്കാം. വെളിപാട് 1:7 എന്താ പരിശുദ്ധാത്മ പറയുന്നത്?
ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടുകൂടെ ആഗതനാകുന്നു. ഓരോ മിഴിയും യേശുവിനെ കാണും. സകലരും കാണും ദൈവമക്കളെ. ഓരോ മിഴിയും യേശുവിനെ കാണും. ഞാൻ ചിന്തിക്കില്ല, ഇപ്പൊ നമ്മൾ ലൈവ് പരിപാടികൾ എന്നൊക്കെ പറഞ്ഞ പോലെ ലോക ജനത ലൈവായിട്ടാണ് യേശുവിന്റെ സെക്കൻഡ് കമ്മിങ് കാണുന്നത്. രാജാതി രാജാവായി തന്റെ പരിശുദ്ധന്മാരോട് കൂടെ കർത്താവ് അധികാരപൂർണനായി അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ലോകത്തിലുള്ള സകല ജനകോടികളും അത് കാണുകയാണ്. അനേകരത് ഭയപ്പെടും. അനേകര് ഭയപ്പെടും. ആരാ ഭയപ്പെടുന്നത്? കർത്താവിനെ തള്ളിക്കളഞ്ഞവര്, കർത്താവിന്റെ വചനത്തെ ചവിട്ടിക്കളഞ്ഞവര്, ബോധപൂർവം കർത്താവിന്റെ രക്ഷയെ അവഗണിച്ചവര്, റിജക്ട് ചെയ്തവരെ, തിരസ്കരിച്ചവരെ, അവരത് അദിനം കണ്ട് ഭയപ്പെടും. എന്നാൽ വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, പ്രാർത്ഥനയോടെ ആത്മാവിന്റെ രക്ഷ ഉറപ്പുവരുത്തി മറ്റുള്ള ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് ഈശോയുടെ വരവ് ആകാംക്ഷപൂർവം പ്രത്യാശയോടെ കാത്തിരിക്കുന്ന തന്റെ വിശ്വസ്തരായ ആത്മാക്കൾക്ക് അത് ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും കൃപയുടെയും അനുഗ്രഹിക്കപ്പെട്ട ദിനമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പവർ 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 പവർ. ഹല്ലേലൂയ. ജീസസ് ജീസസ് ജീസസ്. നമ്മൾ പുറന്തള്ളപ്പെടാനല്ല ദൈവമക്കളെ കർത്താവ് ഈ സന്ദേശം കേൾപ്പിക്കുന്നത്. ശ്രദ്ധിക്കണം, നമ്മളത് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ അവസാനിപ്പിക്കുക ദൈവമക്കളെ. എന്തിനാ കർത്താവ് വീണ്ടും വരുന്നത്? ഇനി വീണ്ടും കുരിശിൽ കയറാനല്ല. കർത്താവ് പാപപരിഹാരാർത്ഥമല്ല. കർത്താവ് ഇനി വീണ്ടും വരുന്നത് എന്തിനു വേണ്ടിയാ? നമുക്ക് ഒത്തിരി സന്തോഷം തരുന്നതാ. നമുക്കിത് പറഞ്ഞാൽ ഇപ്രകാരം ജീവിക്കുന്നവർക്ക് നമ്മൾ ശ്രദ്ധിക്കണം ദൈവമക്കളെ. കെയർലെസ് ആവരുത്, ഈസി ഗോയിങ് ആവരുത്. നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചാൽ മതി എന്നുള്ള നിലപാട് മാറ്റണം. ജീവിക്കേണ്ടതുപോലെ ജീവിക്കുവാനുള്ള വിളിയാണ് കർത്താവ് എനിക്കും നിനക്കും തന്നിരിക്കുന്നത്. എന്തിനാണ് യേശു വീണ്ടും വരുന്നത്? ഹെബ്രായ പുസ്തകം 9:28 അവൻ വീണ്ടും വരും പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി, അല്ലാത്തവരുടെ ശിക്ഷാവിധിക്ക് വേണ്ടി. അതാണ് എൻ്റെ കാര്യം. അവസാനമായി ആർക്കാണ് കർത്താവിനോട് കൂടെ ആയിരിക്കാൻ കഴിയുന്നത്? ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണമേ. കർത്താവ് വീണ്ടും വരുമ്പോൾ നിത്യകാലം ആ ഇറ്റേണൽ ഗ്ലോറിയിൽ, കർത്താവിന്റെ നിത്യമഹത്വത്തിൽ, അവിടുത്തെ പൂർണ്ണ തേജസ്സിൽ ആർക്കൊക്കെയാണ് ആയിരിക്കാൻ കഴിയുന്നത്? പൗലോസ്ലീഹ പറയാണ്, കൊരിന്തോസ് സഭയ്ക്ക് 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 23-ാം തിരുവചനം. എന്താ പറയുന്നത്? എന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിന്റെ ആഗമനത്തിൽ അവനുള്ളവരെ, കർത്താവിനുള്ളവരെ, കർത്താവിനെ സ്വന്തമാക്കി, കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിന്റെ വിശ്വസ്തതയിൽ അവനോട് പറ്റിയിരുന്ന്, അവനുമായിട്ടുള്ള ബന്ധത്തിൽ, ഈശോയുടെ ഐക്യതയിൽ ആരെല്ലാം ജീവിച്ചവോ അവർക്ക് മാത്രമാണ് അവിടുത്തോട് കൂടെ നിത്യമഹത്വത്തിലായിരിക്കാൻ കഴിയുന്നത്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 25:10 പറയുന്നു. മത്തായി 25:10 എന്താണ് മത്തായി ശ്ലീഹായോട് ഈശോ പറയുന്നത്? അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ, ശ്രദ്ധിക്കണമേ, ഉറക്കം തൂങ്ങിയവരല്ല, അലസരായി ജീവിച്ചവരല്ല, സുഖഭോഗങ്ങളിൽ ജീവിച്ചവരല്ല, സുഖാരൂപിയിൽ ജീവിച്ചവരല്ല, ലോകം കണ്ട് ജീവിച്ചവരല്ല. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, മണവാളിന്റെ വരവനായി ആരെല്ലാം ഒരുങ്ങിയിരുന്നുവോ, ഒരുക്കമുള്ളവരായിരുന്നുവോ അവരെല്ലാം അവനോടൊത്ത് വിവാഹവിരുന്നിന് അകത്ത് പ്രവേശിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, വളരെ ശ്രദ്ധയുള്ള ജീവിതമായിരിക്കണം നമ്മുടേത്. ഈ ലോകത്തിൽ
എങ്ങനെയെങ്കിലും ജീവിക്കുകയല്ല, അതീവ ജാഗ്രതയോടെ, അതീവ സൂക്ഷ്മതയോടെ, അതീവ ശ്രദ്ധയോടെ ഈശോയെ സ്നേഹിച്ച്, ഈശോയോട് ഐക്യപ്പെട്ട്, ഈശോയോടുള്ള വിശ്വസ്തതയിൽ, സഭയോടുള്ള സ്നേഹത്തിൽ ജീവിക്കാൻ നമ്മൾ ഒരുങ്ങണം. അതിനാണ് ഈ 2 ആഴ്ചക്കാലം, ഈ 14 ദിനങ്ങൾ നിത്യജീവന്റെ സുവിശേഷം പരിശുദ്ധാത്മാവ് നമ്മെ കേൾപ്പിച്ചത്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മൾ ആരാധന ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുന്നതിനേക്കാൾ മുൻപ് 2-3 കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നാളെ സെപ്റ്റംബർ 26 മുതൽ 30 വരെ, നമുക്കറിയാം സെപ്റ്റംബർ 29-ാം തീയതി സാർവത്രിക സഭയിൽ മുഖ്യ ദൂതന്മാരുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റാഫയേൽ കർത്താവിൻ്റെ മുഖ്യ ദൂതരാണ് അവർ. ഈ മുഖ്യ ദൂതരോട് തിരുനാളോടനുബന്ധിച്ച് നാളെ മുതൽ നമ്മൾ 5 ദിവസക്കാലം മാലാഖമാരെ കുറിച്ചുള്ള കർത്താവിൻ്റെ വചനം, സഭയുടെ പ്രബോധനങ്ങൾ, വിശുദ്ധാത്മാക്കളുടെ സാക്ഷ്യങ്ങൾ ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ദൂതന്മാരുടെ ശുശ്രൂഷയെക്കുറിച്ചും അവർക്ക് നമ്മുടെ ജീവിതത്തിലുള്ള റോളിനെക്കുറിച്ചും അവരുടെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചും എപ്രകാരമാണ് കർത്താവിൻ്റെ മാലാഖമാർ നമ്മളെ സഹായിക്കുന്നത്, മുഖ്യദൂതന്മാരോട് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം, അവിടെ ഓരോരുത്തരുടെ ശുശ്രൂഷകൾ എന്താണ്, ഇതിനെക്കുറിച്ച് കൃത്യമായി നമ്മൾ അറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ശുശ്രൂഷകളിൽ, തൊഴിൽ മേഖലകളിലെല്ലാം മാലാഖമാരുടെ സഹായവും സാന്നിധ്യവും തേടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഈ അന്ത്യകാലഘട്ടത്തിൽ പിശാചിനെതിരെയുള്ള ഈ നിർണായക യുദ്ധത്തിൽ മാലാഖമാർക്ക് നമ്മുടെ ജീവിതങ്ങളിൽ വലിയ പങ്കുണ്ട്. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. നാളെ മുതൽ നമ്മൾ 5 ദിവസക്കാലം രാത്രി 9 മുതൽ 10 വരെ തന്നെയാണ്. നിങ്ങൾ അനേകരോട് ഇത് പറയണം. കർത്താവിൻ്റെ സൈന്യം എന്നുള്ള പേരിലാണ് ഈ ശുശ്രൂഷ. അപ്പോൾ ഒത്തിരി പേരോട് പറയുക, നിങ്ങൾ ഫോൺ ചെയ്ത് പറയുക, വാട്സപ്പ് മെസ്സേജായിട്ട് അയയ്ക്കുക. ഷെക്കേന ന്യൂസിൽ മാലാഖമാരെ കുറിച്ചുള്ള കൺവെൻഷൻ ഉണ്ട്, അതിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ കുടുംബങ്ങളും കൂട്ടായ്മകളും സമൂഹങ്ങളെല്ലാം കൂടുതൽ അനുഗ്രഹിക്കപ്പെടാൻ മാലാഖമാരുടെ ശുശ്രൂഷയിൽ നമുക്കെല്ലാവർക്കും പങ്കെടുക്കാൻ ദൈവമക്കളെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, സെപ്റ്റംബർ 29-ാം തീയതി KCBC കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ഒരു പ്രധാന മീറ്റിംഗ് നടക്കുകയാണ്. നിങ്ങൾ പലരും അറിഞ്ഞു കാണും. അപ്പോൾ നമ്മൾ ആ മീറ്റിങ്ങിന് വേണ്ടി നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കണം. കേരള സഭയിലുള്ള അഭിവന്യ പിതാക്കന്മാർ ഒരുമിച്ച് കൂടി സഭ മക്കൾ നേരിടുന്ന പല പ്രതിസന്ധികൾ അവർ ചർച്ച ചെയ്യുമ്പോൾ അതെല്ലാം പരിശുദ്ധാത്മാവിന് നിറഞ്ഞ ജ്ഞാനത്തിലും അഭിഷേകത്തിലുമായി ചർച്ച ചെയ്ത് അതെല്ലാം തിരുസഭയ്ക്കും പൊതുസമൂഹത്തിനും വലിയ അനുഗ്രഹമായിട്ട് തീരാൻ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ പിതാക്കന്മാർക്കും സഭയ്ക്ക് ആവശ്യമാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രധാനമായിട്ടും 3-4 കാര്യങ്ങളാണ് KCBC ഈ മീറ്റിങ്ങിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ വിഷയങ്ങൾ നമുക്കറിയാം. ആ വിഷയങ്ങൾ അതുപോലെ തന്നെ കർഷകരുടെ, തീരദേശ കടലോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന നമ്മുടെ ഒത്തിരി സഹോദരൻ അവർ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഈ വക വിഷയങ്ങളെല്ലാം കൃത്യമായിട്ട് അത് കൃത്യമായിട്ട് ചർച്ച ചെയ്യാനും അതിന് ചേരുന്ന ഉത്തരങ്ങളും അതിന് ചേരുന്ന വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം ക്രമപ്പെടാനായിട്ട് നമുക്കറിയാം. അതുപോലെ നമ്മളിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ അഭിവന്യ കല്ലറങ്ങാട്ട് പിതാവിൻ്റെ പ്രസ്താവന, പിതാവ് ഒരു പ്രവാചക ശബ്ദത്തോടെ പരിശുദ്ധാത്മാവ് ശക്തമായി പറയിപ്പിച്ച ആ വലിയ യാഥാർത്ഥ്യം ഇന്ന് കേരളത്തിൽ ലോകം മുഴുവൻ അത് വലിയൊരു ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവമക്കളെ, അഭിവന്യ പിതാക്കന്മാർ ഒറ്റക്കെട്ടായിട്ട് പൊതുസമൂഹത്തിൻ്റെ സഭയുടെ ശബ്ദം പൊതുസമൂഹത്തിൽ വെളിപ്പെടുത്തുവാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു മീറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ അതിനുവേണ്ടി തീക്ഷണമായി പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ ഷെക്കേന ന്യൂസ് പ്രത്യേകമായിട്ട് നമ്മൾ 40 മണിക്കൂർ അഖണ്ഡ ആരാധന നമ്മൾ നടത്തുകയാണ്. അപ്പോൾ നിങ്ങൾ സാധിക്കുന്നവരെല്ലാം ദിവസത്തിന് പല സമയങ്ങളിൽ നിങ്ങൾക്ക് ആരാധന, നിശബ്ദമായ ആരാധനയാണ്. ആ ആരാധനയിൽ പങ്കെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ധാരാളം ജപമാല ചൊല്ലി, കരുണക്കൊന്ത ചൊല്ലി, കുരിശിൻ്റെ വഴി നടത്തി, അതുപോലെ പരിത്യാഗമെടുത്ത് ഈ 1-2 ദിവസങ്ങളൊക്കെ നമ്മൾ സാധിക്കുന്നതിന് ഉപവസിച്ച് ഒക്കെ ഈ KCBC അഭിവന്യ പിതാക്കന്മാരുടെ ഈ മീറ്റിങ്ങിന് വേണ്ടി, സമ്മേളനത്തിന് വേണ്ടി സഭാ മക്കൾ നമ്മളെ സഭയെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ്
നമ്മുടെ പിതാക്കന്മാരിലൂടെ പൊതുസമൂഹത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഹല്ലേലൂയ. പോരെ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ 40 മണിക്കൂർ നീണ്ടു നിൽക്കുന്നത് സെപ്റ്റംബർ 27 മുതൽ രാത്രി 11 മണി മുതൽ സെപ്റ്റംബർ 27 രാത്രി 11 മണി മുതൽ സെപ്റ്റംബർ 29 ഉച്ച കഴിഞ്ഞ് 4 മണി വരെ 40 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അഖണ്ഡ ആരാധനയാണ്. ഈ ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കണം. അനേകരോട് നിങ്ങൾ പറയണം. പറ്റുന്ന സന്ദർഭങ്ങളിൽ കുടുംബമായും വ്യക്തിപരമായും ബഹുമാനപ്പെട്ട സമർപ്പിതർ, വന്യ വൈദികർ, അതുപോലെ എൻ്റെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങളൊക്കെ പങ്കെടുക്കുക. അങ്ങനെ സഭയ്ക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കാൻ, KCBC മീറ്റിങ്ങിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അത് നിങ്ങൾക്ക് ആ ആരാധനയിൽ പങ്കെടുക്കുവാനുള്ള അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് പറഞ്ഞു തരാം. ഷെക്കേന ഭാരത് യൂട്യൂബ് ചാനലിലാണ്. ഷെക്കേന ഭാരത് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. ഷെക്കേന ഭാരത് അത് സെർച്ച് ചെയ്താൽ, യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ഷെക്കേന ഭാരത് യൂട്യൂബ് ചാനലിൽ. ഹല്ലേലൂയ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, സെപ്റ്റംബർ 28 മാത്രം നമ്മൾ അന്ന് മാലാഖമാരുടെ ശുശ്രൂഷ ആ സമയത്ത് ഈ സമയം 9 to 10 വരെ സെപ്റ്റംബർ 28 ആ 1.5 മണിക്കൂർ സമയം നമ്മൾ KCBC 29 കൂടുന്ന KCBC മീറ്റിങ്ങിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. 10,000 ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാനായിട്ട് പിതാക്കന്മാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ സഭയുടെ ശബ്ദം പൊതുസമൂഹത്തിൽ വെളിപ്പെടുത്താനായിട്ടൊക്കെ നമ്മൾ ശക്തമായിട്ട് അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുപോലെ ഒക്ടോബർ മാസം നമുക്കറിയാം ജപമാല മാസമാണ്. ഒക്ടോബർ 1 മുതൽ 31 വരെ നമ്മൾ ഷെക്കേന ന്യൂസിൽ എല്ലാ ദിവസവും രാത്രി 9 മുതൽ 10 വരെ ഹോളി വെപ്പൺ, സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന ശക്തമായിട്ടുള്ള ആയുധമാണ്, അതിസ്വാഭാവികമായ ആയുധമാണ് പരിശുദ്ധ ജപമാല, അമ്മ മാതാവിനോട് നൽകപ്പെട്ടത്. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഈ 31 ദിവസം തിരുസഭയ്ക്ക് വേണ്ടി നമ്മൾ നിയോഗം വെച്ച് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം നമ്മുടെ നിയോഗങ്ങൾ, കുടുംബത്തിലെ നിയോഗങ്ങളൊക്കെ ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും രാത്രി 9 മുതൽ 10 വരെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് നമ്മൾ ഒരുമിച്ച് ജപമാല ചൊല്ലി, ഒപ്പം നമ്മൾ അമ്മ മാതാവിനോട് ചേർന്നുകൊണ്ടുള്ള വചന സന്ദേശം, ഈ കാലഘട്ടത്തിൽ ജപമാലയുടെ പ്രസക്തി, ജപമാലയുടെ പവർ, അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോട് നൽകപ്പെട്ട സന്ദേശങ്ങൾ, യഥാർത്ഥ മരിയഭക്തി, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അമ്മ മാതാവിനോട് ചേർന്ന വചന സന്ദേശങ്ങൾ കേട്ട് അതിനുശേഷം കുടുംബ ആരാധന ശുശ്രൂഷയാണ്. അങ്ങനെ 1.5 മണിക്കൂർ സമയം ഒക്ടോബർ 1 മുതൽ 31 വരെ. ഇപ്പോൾ ആ ജപമാല മാസത്തിൽ തിരുസഭയ്ക്ക് വേണ്ടി പ്രത്യേക നിയോഗം വെച്ച് നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ സ്വർഗം തരുന്ന ഈ അവസരം നമ്മൾ ആരും പാഴാക്കി കളയരുത് മക്കളെ. നമുക്കതിനു വേണ്ടി ഒരുങ്ങാം. ഈശോ ഈ നിത്യജീവൻ്റെ സുവിശേഷം നമുക്ക് തന്നു. അതിനോട് നന്ദി പറഞ്ഞ് അല്പസമയം നമ്മൾ പരിശുദ്ധ കുർബാനയായി എഴുന്നള്ളി വരുന്ന ഈശോയെ ആരാധിക്കുകയാണ്. കർത്താവിൻ്റെ സ്നേഹത്തിനും കർത്താവിൻ്റെ കരുതലിനും വിശ്വസ്തതയ്ക്കൊക്കെ നന്ദി പറഞ്ഞ് നമുക്ക് ഈശോയുടെ മുമ്പിൽ എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക. ദിവ്യകാരുണ്യത്തിലേക്ക്, അൾത്താരയിലേക്ക് കരങ്ങൾ യാചനാപൂർവം നീട്ടിപ്പിടിച്ച് ആരാധന ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ടൊരുങ്ങാം. പരിശുദ്ധൻ മഹോന്നത ദൈവൻ, പരനെങ്ങും വിളങ്ങും മഹേശൻ, ഉന്നത ദൈവം നീതിയിൽ സൂര്യൻ, രാജാതിരാജനാം മിശിഹ. പരിശുദ്ധൻ മഹോന്നത ദൈവം, മുട്ടുകുത്തി നിന്ന് പരനെങ്ങും വിളങ്ങും മഹേശനിലേക്ക് യാചനാപൂർവം തുറന്നു പിടിച്ച് പ്രാർത്ഥിക്കുക. ഉന്നത ദൈവം പരിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക് ശക്തി ഒഴുകപ്പെടുന്ന സമയം. ഈശോയേ, ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വരുന്നു താൻ കർത്താവേ, ഞങ്ങളൊന്ന് ചേർന്ന് ആരാധിക്കുന്നു. തൻ പ്രിയ സുതരെ തന്നോടു ചേർക്കാൻ വേഗം വരുന്നേശു മിശിഹ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ.
കൃപ ഒഴുക്കണമേ, കൃപ പകരണമേ, കൃപ വർഷിക്കണമേ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് സാധിക്കുന്നവരെ നെറ്റി നിലത്ത് മുട്ടിച്ച് സാഷ്ടാംഗം പ്രണമിച്ച് വളരെ ഭയഭക്തിയോടെ കർത്താവിനെ ആരാധിക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ദൈവമക്കളെ, കഴിഞ്ഞ 2 ആഴ്ചക്കാലം 14 ദിവസങ്ങളിലായി നിത്യജീവന്റെ സുവിശേഷം എന്ന ഈ വചന ശുശ്രൂഷ പരിശുദ്ധാത്മാവ് നമ്മെ കേൾപ്പിക്കുകയായിരുന്നു. നമ്മുടെ ആരുടെ നിത്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മളെല്ലാവരും സ്വർഗത്തിൽ കർത്താവിനോട് കൂടെ അവിടുത്തെ മഹത്വത്തിലായിരിക്കുവാൻ ഈശോ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നു. നമ്മളാരും നഷ്ടപ്പെട്ടവരായി പോകുവാൻ, നമ്മളാരും പുറന്തള്ളപ്പെട്ടു പോകുവാൻ ഒരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയാം. ദൈവമക്കളെ, ഇരു കരങ്ങളും കർത്താവിന് മുൻപിലേക്ക് ഉയർത്തി ഈ 14 ദിവസങ്ങളിൽ 2 ആഴ്ചയിൽ നിത്യജീവന്റെ സുവിശേഷം എന്ന ശുശ്രൂഷ കർത്താവ് നമുക്ക് ഒരുക്കി തന്നു. ദൈവമക്കളെ, പലരീ ദിവസങ്ങൾ എന്നോട് പറഞ്ഞു, സഹോദര, ഒത്തിരി സന്തോഷമുണ്ട് ഈ സന്ദേശങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും തനത് വിധി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, അന്ത്യവിധിയെക്കുറിച്ച് ബോധ്യങ്ങളില്ലായിരുന്നു, മരണത്തെക്കുറിച്ച് ഭയമായിരുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സഭയുടെ ഈ വിശ്വാസ സത്യങ്ങൾ ഈശോ നമ്മളെ കേൾപ്പിച്ചു. നമ്മളാരും നശിച്ചു പോകാതിരിക്കാൻ, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കർത്താവ് ചെയ്ത വലിയ കാരുണ്യത്തിനായി, കർത്താവ് നൽകിയ അനുഗ്രഹത്തിനായി, കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായി, കർത്താവിന്റെ സ്നേഹത്തിനായി, കർത്താവിന്റെ കരുതലിനായി, പരിപാലനയ്ക്കായി നന്ദി പറഞ്ഞ് ഹൃദയം തുറന്ന് ഒരു മനസ്സോട് സ്തുതിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കൃപ ചൊരിയണമേ. അഭിഷേകം ഒഴുകട്ടെ, 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 ഒഴുകട്ടെ. ഈശോയേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. നമുക്കൊരു നിമിഷം ഒരിക്കൽ കൂടെ കരങ്ങളെ യാചനാപുറം തുറന്നു പിടിക്കാം. നമുക്ക് കരങ്ങളെ യാചനാപുറം തുറന്നു പിടിച്ച് കർത്താവിൻ്റെ അഭിഷിക്തരുടെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമാണ്. ദൈവമക്കളെ, കർത്താവ് നൽകിയ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കണം. ദിവ്യകാരുണ്യത്തിന് മുൻപിൽ കർത്താവിൻ്റെ ബഹുമാനപ്പെട്ട വൈദികരോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ ബ്ലെസ്സിംഗ് ഉണ്ട്. ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സമയം കരങ്ങൾ എല്ലാവരും തുറന്നു പിടിച്ച് നമുക്ക് പറയാം, നമ്മുടെ ആത്മാവിന്റെ രക്ഷ ഉറപ്പ് വരുത്തി ജീവിക്കാൻ നമ്മളതിൽ തിടുക്കമുള്ളവരാവണം. ദൈവമക്കളെ, നമ്മുടെ ആത്മരക്ഷയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ജഡീകതകളിൽ നിന്നും, എല്ലാ പാപത്തിൽ നിന്നും, എല്ലാ അശുദ്ധതകളിൽ നിന്നും, എല്ലാ ലോകമോഹങ്ങളിൽ നിന്ന്, സുഖാരൂപിയിൽ നിന്നൊക്കെ നമ്മൾ അതിനെല്ലാം വിട്ടുപേക്ഷിക്കാൻ തീരുമാനമെടുക്കുക. നമ്മൾ പുറന്തള്ളപ്പെട്ടവരാകരുത്. വെളിപാട് 22:14 കണ്ടു, അവരെല്ലാം പുറത്ത്. ആരാണ് പുറത്തു പോകുന്നത്? ആരാ പുറന്തള്ളപ്പെടുന്നത്? കർത്താവ് പുറന്തള്ളുന്നതല്ല, നമ്മൾ ഓരോരുത്തരും അത് വരുത്തി വെക്കുന്നതാണ്. നമ്മളാണിത് സ്വീകരിക്കുന്നത്. എനിക്ക് കർത്താവിനോടുകൂടെ മഹത്വം വേണ്ട, ഞാൻ പുറന്തള്ളപ്പെട്ടവനാണെന്ന് ഞാൻ തന്നെ തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് കരകൾ നീട്ടിപ്പിടിച്ച് കർത്താവിന് തീരുമാനിക്കും, കർത്താവേ, ഞാൻ എൻ്റെ ആത്മാവിന്റെ രക്ഷ ഉറപ്പ് വരുത്തി ജീവിക്കും. എൻ്റെ ആത്മരക്ഷ നഷ്ടപ്പെടുത്തുന്ന യാതൊന്നും എനിക്ക് വേണ്ട കർത്താവേ. അപ്പൊ മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ പ്രവർത്തിക്കും. ഈ ലോകത്തിന് മോഹങ്ങൾ എനിക്ക് വേണ്ട, ഈ ലോകത്തിന് സ്വകാര്യം എനിക്ക് വേണ്ട. പ്രാർത്ഥിക്കുവാൻ, പരിത്യാഗം ചെയ്യാൻ, ഉപവസിക്കാൻ, പ്രാശ്ചിത്ത പ്രവർത്തികൾ ചെയ്യാൻ, സഹനങ്ങൾ കൃപകളായി സ്വീകരിക്കാൻ ഈശോയെ അഭിഷേകം തരണമേ, അഭിഷേകം തരണമേ, അഭിഷേകം തരണമേ. പ്രാർത്ഥിച്ച് ഒരു 10-20 പേര് കേൾക്കുന്ന സ്വരത്തിൽ നമ്മൾ ആരും ശ്രദ്ധിക്കേണ്ട. ഈശോയെ നോക്കിക്കൊണ്ട് നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നു, ഈശോയെ
സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പോരാ പോരാ, ശക്തിയോടെ വിളിക്കുക യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആ കരങ്ങൾ പരസ്പരം ഒന്ന് കോർത്ത് പിടിച്ച് എല്ലാവരും പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി മുട്ടുകുത്തി നിന്ന് എല്ലാവരും ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുക, പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കുക. ഇപ്രകാരം നമ്മളങ്ങ് പ്രാർത്ഥിക്കുക. ഇപ്രകാരം നമ്മളങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ഇപ്രകാരം നമ്മളങ്ങ് പ്രാർത്ഥിക്കുക. ദൈവമക്കളെ, ഇമ്പമുള്ള വരികൾ പാടി ഇമ്പമുള്ള ജീവിതമല്ല വേണ്ടത്. നിന്റെ ഹിതം പോലെ എന്നെ നയിക്കണമേ. ആ വരികൾ പാടി നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിൻ്റെ രക്ഷ ഉറപ്പ് വരുത്തി ജീവിക്കാൻ തീരുമാനമെടുക്കുക. നമ്മളിവിടെ അന്യരും പരദേശികളുമാണ്. യേശുവിൻ്റെ പ്രത്യാഗമനം കെട്ടുകഥയല്ല. യേശുവിൻ്റെ പ്രത്യാഗമനം അത് വെറും ഒരു സങ്കല്പമല്ല. യേശുവിൻ്റെ പ്രത്യാഗമനം ഒരു മിഥ്യാധാരണയല്ല. അത് ചരിത്രത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയ അത്ഭുതമാണ്. നിറവേറാൻ പോകുന്ന പ്രവചന സത്യമാണ്. പൂർണ്ണമായി വിശ്വസിക്കുന്ന ഈ മക്കളെ, ഈ വിശ്വാസ സത്യത്തിലേക്ക് അനേകരെ വിളിക്ക്. ഈശോയെ നോക്കിക്കൊണ്ട്, പരിശുദ്ധ കുർബാനയെ നോക്കിക്കൊണ്ട് ഹൃദയം തുറന്ന് ഒരുമിച്ച് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ഈശോ ഈശോ ഈശോ. ഇമ്പമുള്ള ജീവിതവും ഏറെ ധനം മാനങ്ങളും തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേ അടിയൻ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്റെ ഹിതം പോലെയല്ല എൻ പിതാവേ, എൻ കർത്താവേ. നിന്റെ ഹിതം ഈശോ പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിത്യം നടത്തിയിടണമേ. ഒരു നിമിഷം വലതുകരം ഉയർത്തി നാളെ മുതൽ ആരംഭിക്കുന്ന കർത്താവിൻ്റെ സൈന്യമെന്ന ആ ദൈവദൂതന്മാരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ മാലാഖമാരുടെ സാന്നിധ്യം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, സമൂഹങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ, പൈശാചിക പീഡകൾ, നാരിക ശക്തികൾ, തിന്മയുടെ ആധിപത്യങ്ങൾ, കർത്താവിൻ്റെ ശക്തരായ ദൂതന്മാരുടെ ശുശ്രൂഷകൾ വഴി അതെല്ലാം നിർവീര്യമായി പോകാൻ 5 ദിനം നീണ്ടു നിൽക്കുന്ന കർത്താവിൻ്റെ സൈന്യം, അത് ആ ശുശ്രൂഷയ്ക്ക് വരുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, ആത്മായ ശുശ്രൂഷകരെല്ലാം പരിശുദ്ധാത്മ നിറയാൻ വേണ്ടി നമ്മൾ വലതുകരം ഉയർത്തി ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ശക്തിയോടെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച് ഈശോയേ കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. സെപ്റ്റംബർ 29 നടക്കുന്ന KCBC മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, അഭിനയ പിതാക്കന്മാരെല്ലാവരും ഒറ്റക്കെട്ടായി തിരുസഭയ്ക്ക് ഏറ്റവും നന്മ വരുന്ന, പൊതുസമൂഹത്തിൽ സഭയുടെ ശബ്ദമായി തീരുന്ന നിലപാടുകളും തീരുമാനങ്ങളെല്ലാം അത് ഐക്യകണ്ഠേന ഒരു മനസ്സോടെ എടുക്കുവാൻ, ആ KCBC മീറ്റിംഗ് പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുവാൻ വേണ്ടി നമ്മുടെ അഭിനയ പിതാക്കന്മാരെ തിരുസഭയെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ നിമിഷം വലതുകരമേറ്റി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് ശക്തിയോടെ വിളിച്ച് ഈശോയേ കൃപ കൊടുക്കണം, ജ്ഞാനം പകരുന്ന അഭിഷേകം കൊടുക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒപ്പം അഭിനയ കല്ലറങ്ങാട്ട് പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. പിതാവ് ആത്മാവിൻ്റെ ശക്തി കൊണ്ട്, പ്രവാചക ശക്തിയാൽ, പ്രവാചക ആത്മാവിനാൽ, പ്രവാചക അഭിഷേകത്താൽ കൂടുതൽ കരുത്ത് പ്രാപിക്കാൻ, പുത്തൻ കൃപയിൽ ഉണരുവാൻ, ധൈര്യസമേതം ഇനിയും ഇതുപോലുള്ള സത്യങ്ങൾ വിളിച്ചു പറയാനുള്ള കൃപ കിട്ടാൻ, മറ്റു പിതാക്കന്മാരെല്ലാം ഇതുപോലെ ആത്മാവിൽ ഫലപ്പെടാൻ നമ്മൾ ഒരിക്കൽ കൂടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൃപ ഒഴുകട്ടെ, പരിശുദ്ധാത്മ ശക്തി നിറയട്ടെ. ആരാധന 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 ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. സഹോദരി സഹോദരങ്ങളുടെ നിമിഷം നിങ്ങൾ ശക്കേനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് പ്രാർത്ഥന ശക്കേന ന്യൂസിന് ആവശ്യമുണ്ട്.
നമുക്കറിയാം, പൊതുസമൂഹത്തിൽ സത്യത്തിന് സാക്ഷ്യം നൽകുമ്പോൾ ആനുകാലിക സംഭവങ്ങളിൽ അതുപോലെ തന്നെ വാർത്തകളിലുള്ള ആ സത്യങ്ങൾ നമ്മൾ പൊതുസമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുമ്പോഴൊക്കെ അതിൻ്റേതായ ഞെരുക്കങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണിത്, പരിശുദ്ധാത്മാവിൻ്റെ ഭവനമാണിത്. എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവെല്ലാം ഏറ്റെടുക്കുവാൻ എൻ്റെ സഹോദരി സഹോദരങ്ങൾ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മാധ്യമ ശുശ്രൂഷയെ പൊതിയണം. ഹല്ലേലൂയാ. ഈശോയുടെ നാമത്തിൽ സ്നേഹത്തോടെ പറയാം, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഈ മാധ്യമ ശുശ്രൂഷയെ പൊതിയണം. അതുപോലെ തന്നെ ഒത്തിരി ഇതിനാവശ്യങ്ങൾ, ഒത്തിരിയേറെ കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. അതിൻ്റെ സാധിക്കുന്നവരൊക്കെ ഈശോയുടെ നാമത്തിൽ സാമ്പത്തികമായി സഹായിച്ചും മറ്റു പല വിധത്തിലും അനേകരോട് ഷക്കേന ഈ പ്രോഗ്രാമുകളെ കുറിച്ചൊക്കെ പറഞ്ഞ്, അത് വലിയൊരു പ്രേക്ഷിത വേലയാണ്, വലിയൊരു സുവിശേഷ വേലയാണ് ദൈവമക്കളെ. നിങ്ങൾ അതിനൊക്കെ വേണ്ടി പ്രത്യേകം നിങ്ങൾ തയ്യാറാകണം. ഒപ്പം ഷാലോമിന് വേണ്ടിയും ഗുഡ്നസ്സിന് വേണ്ടിയും ഈ ശുശ്രൂഷകളെല്ലാം സഭയ്ക്ക് വലിയ അനുഗ്രഹങ്ങളായി തീരാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടെ നമ്മുടെ നിയോഗങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാറ്റിനും ഓർത്ത് നന്ദി പറഞ്ഞ് ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്കൊരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയേ, കൃപ ഒഴുകട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ നമുക്ക് മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ഈശോ നൽകുന്ന ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. ശിരസ് നമിച്ച് ഈശോനാമം വിളിച്ച് നന്ദിയോടെ അവിടുത്തെ സ്തുതിക്കാം. അന്ത്യം വരെ ഈശോയേ, ചുടുമതി നിങ്ങൾ നഷ്ടപ്പെട്ടവരായി എണ്ണാതെ കർത്താവേ നിന്റെ മഹത്വത്തിലായിരിക്കുക. കർത്താവേ അങ്ങയോട് എപ്പോഴും ചേർന്നിരിക്കുക. കൃപ തരണമേ, കൃപ തരണമേ. അനേക ആത്മാക്കൾ ഈശോയെ അങ്ങേക്ക് വേണ്ടി നേടുവാൻ കൃപ തരണമേ, അഭിഷേകം തരണമേ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി, ഞങ്ങളെ വിശുദ്ധീകരിച്ചതിനായി, ഞങ്ങളെ ബോധ്യങ്ങൾ നൽകിയതിനായി, ഞങ്ങളെ സന്ദർശിച്ചതിനായി, വചനത്തെ പകർന്നതിനായി, അഭിഷേകം തന്നതിനായി നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.